Hello everyone, welcome to Guideline Education. എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ എന്ന പേപ്പറിലെ തേർഡ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ പഠിക്കാനുണ്ട്, ഹസാർഡ്സുകളെ കുറിച്ച് പഠിക്കാനുണ്ട്, ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടും പഠിക്കാനുണ്ട്. ചാപ്റ്ററിലോട്ട് പോകാമല്ലേ. എന്താണ് എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ? എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഡിറ്റീരിയേഷൻ ഓഫ് ക്വാളിറ്റി ഓഫ് എൻവയോൺമെൻറ്റ് അറ്റ് ലോക്കൽ, നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ലെവൽ. നമുക്കറിയാം അല്ലേ, നമുക്ക് ചുറ്റുമുള്ള സറൗണ്ടിങ്സിന് ഒരു ക്വാളിറ്റി ഉണ്ട് അല്ലേ, അതായത് ഒരു പ്രോപ്പറായിട്ടുള്ള അളവിലാണ് ഓരോ കാര്യങ്ങളും ഉള്ളത് അല്ലേ. അതിൻ്റെ ആ ഒരു ക്വാളിറ്റിക്ക് ലോവറിങ് സംഭവിക്കുക, അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി ഇല്ലാണ്ടാവുക, അപ്പോഴാണ് നമ്മൾ പറയുക എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ നടന്നു എന്നുള്ളത് പറയാം. അപ്പോൾ യൂഷ്വലി എങ്ങനെയൊക്കെയാണ് ഈ ഒരു ക്വാളിറ്റി കുറയുക? പൊല്യൂഷൻ ത്രൂ ക്വാളിറ്റി കുറയുക അല്ലേ. അപ്പം അങ്ങനെയുള്ള കുറച്ച് മാൻ മെയ്ഡ് ആക്ടിവിറ്റീസ് ത്രൂ നമ്മുടെ എൻവയോൺമെൻറ്റിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുമ്പോഴാണ് അല്ലെങ്കിൽ അതിന് ക്വാളിറ്റിക്ക് ചെറിയ ലോവറിങ് വരുമ്പോഴേക്കാണ് നമ്മൾ എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ നടന്നു എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ ഈസ് ദ ഡിറ്റീരിയേഷൻ ഓഫ് ദ ക്വാളിറ്റി ഓഫ് ദ എൻവയോൺമെൻറ്റ്. ഇനി എന്തൊക്കെയാണ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷനും ഡീഗ്രഡേഷനും തമ്മിലുള്ള ഡിഫറൻസ്? പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ കോസ് ഓഫ് ഡീഗ്രഡേഷൻ എന്നൊക്കെ പറയാം. അതായത് ഡീഗ്രഡേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വൈഡർ കോൺസെപ്റ്റാണ്. പൊല്യൂഷൻ പ്ലസ് ഹസാർഡ്സിനെയാണ് നമ്മൾ ഡീഗ്രഡേഷൻ എന്ന് പറയാം. ഓക്കെ, ഡീഗ്രഡേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബിഗ് കോൺസെപ്റ്റാണ്. ഡീഗ്രഡേഷന് കാരണമാകുന്നത് പൊല്യൂഷനാണ്. ഓക്കെ, പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഹ്യൂമൻ ആക്ടിവിറ്റീസ് ത്രൂ ആണ് പൊല്യൂഷൻ നടക്കുന്നത് അല്ലേ. അത് സ്ലോലിയാണ് നടക്കുന്നത്. അത് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് പ്രോപ്പറായിട്ട് സ്ലോലി നടക്കുന്നത് കൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റിലൂടെ നമുക്ക് പൊല്യൂഷനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. ബട്ട് ഡീഗ്രഡേഷൻ അങ്ങനെയല്ല. ഡീഗ്രഡേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബിഗ് കോൺസെപ്റ്റാണ്. അതിൽ പൊല്യൂഷനും അതുപോലെ ഹസാർഡ്സും ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അപ്പോൾ എന്താ ഈ ഹസാർഡ്സ് ഓർ ഡിസാസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ എൻവയോൺമെൻറ്റിൻ്റെ ക്വാളിറ്റീനെ പെട്ടെന്നുള്ള എന്തെങ്കിലും പ്രോസസ്സ് കൊണ്ട് അതെന്ത് ചെയ്യുക, നഷ്ടപ്പെടുന്നതിനെയാണ് നമ്മൾ ഹസാർഡ്സ് ഓർ ഡിസാസ്റ്റർ എന്നൊക്കെ പറയാം അല്ലേ. നാച്ചുറൽ ആയിട്ടുള്ള ഹസാർഡ്സ് ഉണ്ട്, അതായത് എർത്ത് ക്വേക്ക്, ഫ്ലഡ്, സുനാമി പോലെയുള്ളത്. മാൻ മെയ്ഡ് ആയിട്ടുള്ള ഹസാർഡ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇപ്പോൾ സുനാമിക്ക് ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക, ആ ഒരു സുനാമി എഫക്റ്റ് ചെയ്ത കംപ്ലീറ്റ് എൻവയോൺമെൻറ്റിനെയും അത് ബാധിക്കുന്നുണ്ട് അല്ലേ. അതിൻ്റെ ക്വാളിറ്റി അത് ലോവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫോർമാറ്റിൽ എൻവയോൺമെൻറ്റിൻ്റെ ക്വാളിറ്റിനെ ലോവർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ എന്ന് പറയാം. ഇനി എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷനെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം, എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ആൻഡ് എൻവയോൺമെൻറ്റൽ ഹസാർഡ്സ്. പൊല്യൂഷനിൽ രണ്ട് ടൈപ്പ് വരുന്നുണ്ട്, ഫിസിക്കൽ പൊല്യൂഷൻ ആൻഡ് സോഷ്യൽ പൊല്യൂഷൻ. ഫിസിക്കൽ പൊല്യൂഷൻ നമ്മുടെ എയർ, വാട്ടർ, ലാൻഡ്, നോയ്സ് പോലെയുള്ള പൊല്യൂഷനുകളൊക്കെയാണ് ഫിസിക്കൽ പൊല്യൂഷൻ്റെ അണ്ടറിൽ വരുന്നത്. സോഷ്യൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോഷൻ, സോഷ്യോളജിക്കൽ പൊല്യൂഷൻ, എക്കണോമിക് പൊല്യൂഷനൊക്കെയാണ് സോഷ്യൽ പൊല്യൂഷൻ്റെ അണ്ടറിൽ വരുന്നത്. ഇനി എൻവയോൺമെൻറ്റൽ ഹസാർഡ്സ് നോക്കുകയാണെങ്കിൽ നാച്ചുറൽ ഹസാർഡ്സ് ഉണ്ട്, മാൻ മെയ്ഡ് ഹസാർഡ്സ് ഉണ്ട്. മാൻ മെയ്ഡ് ഹസാർഡ്സ് ഫിസിക്കൽ, കെമിക്കൽ, സോഷ്യൽ കമ്പോണൻറ്റുകളൊക്കെയാണ് വരുന്നത്. നാച്ചുറൽ ഹസാർഡ്സിൽ ടെറസ്ട്രിയൽ, വോൾക്കാനിക് ഇറപ്ഷൻ, എർത്ത് ആൻഡ് ലാൻഡ് സ്ലൈഡ് ഒക്കെ വരുന്നുണ്ട്. അറ്റ്മോസ്ഫിയറിക്കിൽ സൈക്ലോൺസ്, ഹെയിൽ സ്ട്രോംസ്, അതുപോലെ ലൈറ്റനിങ്ങും ഫോറസ്റ്റ് ഫയറൊക്കെ അറ്റ്മോസ്ഫിയറിക് ഓർ എക്സോജീനിയസ് ഹസാർഡ്സിലാണ് വരുന്നത്. കോസ് ഓഫ് എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ. എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷന് ചില കാരണങ്ങളുണ്ട് അല്ലേ. എന്തൊക്കെയാണ് അത്? മോഡേൺ ടെക്നോളജീസ് അല്ലേ. മോഡേൺ ടെക്നോളജീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അധികം ഓവറായിട്ട് മെഷീൻസ് ബേസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. നമുക്ക് ആസ് എ പേഴ്സൺ നമുക്ക് ആക്ടിവിറ്റീസ് കുറവാണ്, അധികവും മെഷീൻസ് ത്രൂ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മെഷീൻസ് യൂസ് ചെയ്യുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ. എന്താ, എയർ പൊല്യൂഷൻ ഉണ്ടാവും, നോയിസ് പൊല്യൂഷൻ ഉണ്ടാവും, അങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് വരുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള മോഡേൺ ടെക്നോളജികളുടെ ഈ ഒരു ഓവറായിട്ടുള്ള യൂസേജ്, അതായത് മെഷീൻസിൻ്റെയൊക്കെ ഓവറായിട്ടുള്ള യൂസേജ് ത്രൂ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ എൻവയോൺമെൻറ്റിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നെക്സ്റ്റ് കോസാണ് പോപ്പുലേഷൻ ഗ്രോത്ത്. മോർ പീപ്പിൾസ് ഉണ്ടാകുമ്പോൾ എന്താ അർത്ഥം, നമ്മുടെ ഈ ഓരോ റിസോഴ്സിലും മോർ പ്രഷർ വരികയാണ് അല്ലേ. കൂടുതൽ ലാൻഡ് ആവശ്യമായിട്ട് വരികയാണ്, അതുപോലെ തന്നെ എന്താ, വെഹിക്കിൾസ് കൂടുതലായിട്ട് വരും, അപ്പോൾ എയർ പൊല്യൂഷൻ കൂടും. അപ്പോൾ പോപ്പുലേഷൻ ഗ്രോത്തിനനുസരിച്ചിട്ട് എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അതുപോലെ തന്നെ ഓവർ യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, ഇൻഡസ്ട്രീസ് ആൻഡ് ഫാക്ടറീസ്, അർബനൈസേഷൻ, എക്കണോമിക് ആക്ടിവിറ്റീസ് ഒക്കെ ഡീഗ്രഡേഷന് കാരണമായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, നമുക്കറിയാലേ നേച്ചറിനൊരു ഹോമിയോസ്റ്റാറ്റിക് മെക്കാനിസം ഉണ്ട് അല്ലേ. ഹോമിയോസ്റ്റാറ്റിക് മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താ, നേച്ചറിൻ്റെ എന്തെങ്കിലും ഒരു ക്വാണ്ടിറ്റിയിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നെന്നിരിക്കുക, നേച്ചറിന് തന്നെ അതിനെ സെൽഫ് റെഗുലേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ നമ്മൾ ഇമ്പാക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡാമേജ് വളരെ വലുതാണെന്ന് വിചാരിക്കുക. അപ്പോൾ നേച്ചറിന് എന്ത് ചെയ്യാൻ പറ്റില്ല, നേച്ചറിന് തന്നെ ഈ ആ ഒരു പ്രോബ്ലത്തിനെ ഇല്ലാണ്ടാക്കാൻ ഉള്ള ആ ഒരു എബിലിറ്റി നഷ്ടപ്പെടും. ഓക്കെ, അതായത് ഹോമിയോസ്റ്റാറ്റിക് മെക്കാനിസം അവിടെ വർക്ക് ചെയ്യില്ല. അപ്പോഴാണ് നമ്മൾ പറയുന്നത് എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ നടന്നു എന്ന് പറയാം.
ഇനി ടൈപ്പ് ഓഫ് എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ നോക്കുമ്പോൾ സ്ലോ ഡീഗ്രഡേഷൻ ഉണ്ട്, അതുപോലെ തന്നെ സഡൻ ഡീഗ്രഡേഷൻ ഉണ്ട്. സ്ലോ ഡീഗ്രഡേഷൻ എന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ ആക്ടിവിറ്റീസ് ഒക്കെയാണ് വരിക. അതായത് ഹ്യൂമൻസ് കോസ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തിലോട്ട് നയിക്കുന്നുണ്ട്? പൊല്യൂഷനിലോട്ട് നയിക്കും. അത് ത്രൂ ഉള്ളതൊക്കെയാണ് സ്ലോ ഡീഗ്രഡേഷനിൽ വരിക. സഡൻ ഡീഗ്രഡേഷൻ എന്ന് പറഞ്ഞാൽ അധികവും നാച്ചുറൽ ഡിസാസ്റ്ററുകളൊക്കെയാണ് വരിക. അതുപോലെ ഫ്ലഡ്, സുനാമി, ലാൻഡ് സ്ലൈഡ് എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് വരുന്ന ആക്ഷൻസ് അല്ലേ. അത്രയും ആ ഒരു ആക്ഷൻ നടക്കുന്ന ആ ഒരു ഏരിയേൻ്റെ കംപ്ലീറ്റ് എൻവയോൺമെൻറ്റ് ഇല്ലാണ്ടായി പോവാണ് അല്ലേ. അപ്പോൾ അങ്ങനെ സഡൻ ആയിട്ടുള്ള ഡീഗ്രഡേഷനും ഉണ്ട്, സ്ലോ ഡീഗ്രഡേഷനും ഉണ്ട്. സഡൻ ആയിട്ടുള്ള ഡീഗ്രഡേഷനെയാണ് നമ്മൾ ഹസാർഡ്സ് അല്ലെങ്കിൽ ഡിസാസ്റ്റർ എന്നൊക്കെ പറയുന്നത്. ഡിസാസ്റ്റർ നാച്ചുറലും ആകാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, മാൻമെയ്ഡും ആകാം അല്ലേ. നാച്ചുറലിൻ്റെ അണ്ടറിൽ വരുന്നതാണ് എന്ത്, എർത്ത് സൈക്ലോണൊക്കെ നാച്ചുറൽ ഡിസാസ്റ്ററിന് എക്സാമ്പിളാണ്, അല്ലെങ്കിൽ നാച്ചുറൽ ഹസാർഡ്സിന് എക്സാമ്പിൾസ് ആണ്. ബട്ട് ഇൻഡസ്ട്രിയൽ ആക്സിഡൻസ് അല്ലേ, ഫാക്ടറിയിലൊക്കെ ഉണ്ടാകുന്ന ആക്സിഡൻസുകളൊക്കെ എന്തിന് എക്സാമ്പിളാണ്? മാൻമെയ്ഡ് ആക്ടിവിറ്റീസിന് എക്സാമ്പിളാണ്. ഓക്കെ. ഇനി എന്താ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ എന്ന് പറയുക? അൺവാണ്ടഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് കൊണ്ട് നമ്മുടെ എൻവയോൺമെൻറ്റ് കണ്ടാമിനേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ എന്ന് പറയുക. ഇറ്റ് മീൻസ് മാറ്റർ ഓർ എനർജി ഇൻ ദ റോങ് പ്ലേസ്. ഇറ്റ് ക്യാൻ ബി ഡെലിബറേറ്റ് ഓർ ആക്സിഡൻഷ്യൽ. നെക്സ്റ്റ് ഡെഫിനിഷൻ നോക്കാം അല്ലേ. എന്താ പൊല്യൂട്ടൻ്റ് എന്ന് പറഞ്ഞാൽ? ഒരു സ്പീഷീസിൻ്റെ ഗ്രോത്തിനെ ചേഞ്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫുഡ് ചെയിനെ ഹാംഫുള്ളായിട്ട് അഫക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഹ്യൂമൻസിനോ അല്ലെങ്കിൽ ആനിമൽസിനോ ഒക്കെ ടോക്സിക് ആയിട്ട് മാറുന്ന, അല്ലെങ്കിൽ ഒരു കംഫർട്ട് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഹെൽത്ത്, പ്രോപ്പർട്ടി അതിനെയൊക്കെ റെഡ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഏതൊരു കാര്യത്തെയും നമുക്ക് പൊല്യൂട്ടൻ്റ് എന്ന് പറയാം അല്ലേ. എയർ പൊല്യൂഷൻ ഉണ്ട്. എയർ പൊല്യൂഷൻ്റെ അണ്ടറിൽ വരുന്നതാണ് സ്മോക്ക് ഫ്രം ഫാക്ടറീസ് ഓർ വെഹിക്കിൾസ്. അതുപോലെ വാട്ടർ പൊല്യൂഷൻ ഉണ്ട്. വാട്ടർ പൊല്യൂഷൻ്റെ അണ്ടറിൽ വരുന്നതാണ് വേസ്റ്റ് ഫ്രം ഫാക്ടറീസ് ഇൻ ടു റിവേഴ്സ്. തെർമൽ പൊല്യൂഷൻ ഉണ്ട്, ഹോട്ട് വാട്ടർ ഫ്രം പവർ പ്ലാന്റ് ഇൻ ടു റിവേഴ്സ്. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് എൻവയോൺമെൻറ്റൽ പൊല്യൂട്ടൻസ്. ഡെപ്പോസിറ്റ് മാറ്റർ സച്ച് ആസ് ഡസ്റ്റ്, സ്മോക്ക്, ടാർ, ഗ്രീറ്റ്, സൂത്തൊക്കെയാണ് എക്സാമ്പിളായിട്ട് വരുന്നത്. അതുപോലെ സൾഫർ ഡൈ ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ് പോലെയുള്ള ഗ്യാസസും കെമിക്കൽ കോമ്പൗണ്ട്സ്, ആൽഡിഹൈഡ്, ഫ്ലൂറൈഡ്, ഡിറ്റർജൻറ്റ് പോലെയുള്ള കെമിക്കൽ കോമ്പൗണ്ട്സ്, ലെഡ്, അയൺ, സിങ്ക്, മെർക്കുറി പോലെയുള്ള മെറ്റൽസ്, സീവേജ്, റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസ്, അഗ്രോ കെമിക്കൽസ്, പെസ്റ്റിസൈഡ്സ്, ഫംഗിസൈഡ്സ്, ഇൻസെക്ടിഡൈസ് പോലെയുള്ള അഗ്രോ കെമിക്കൽസും, അതുപോലെ ഫോട്ടോ കെമിക്കൽ ഓക്സിഡൻസ്, നോയ്സ് ആൻഡ് ഹീറ്റൊക്കെ നമുക്ക് പൊല്യൂട്ടൻ്റ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇനി ടൈപ്പ് ഓഫ് പൊല്യൂട്ടൻസ് നോക്കുകയാണെങ്കിൽ ബയോഡിഗ്രേഡബിൾ പൊല്യൂട്ടൻസ് ഉണ്ട്, നോൺ ഡിഗ്രേഡബിൾ പൊല്യൂട്ടൻസ് ഉണ്ട്. ബയോഡിഗ്രേഡബിൾ പൊല്യൂട്ടൻസിൽ മെയിൻലി നമ്മൾ ഡൊമസ്റ്റിക് വേസ്റ്റുകൾ, അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്ത് പോകുന്ന പാർട്ടിക്കിൾസിനെയൊക്കെയാണ് ബയോഡിഗ്രേഡബിൾ പൊല്യൂട്ടൻസിൻ്റെ അണ്ടർ വരുന്നത്. സീവേജ്, യൂസ്ഡ് പേപ്പർ കപ്പൊക്കെ അതിന് എന്താണ് എക്സാമ്പിളാണ്. ഇനി എപ്പോഴാണ് ബയോഡിഗ്രേഡബിൾ പൊല്യൂട്ടൻ്റെ ഒരു പ്രോബ്ലം ആയിട്ട് മാറുക? അതിൻ്റെ ക്വാണ്ടിറ്റി അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ അല്ലെ, ഓവറായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സറൗണ്ടിങ്സിൽ വരുമ്പോഴാണ് അതൊരു പ്രോബ്ലം ആയിട്ട് മാറുക. അല്ലെങ്കിൽ അതെന്താണ്, ഒരു ഇഷ്യൂ അല്ല അല്ലേ. കാരണം ഒരു മിനിമം എമൗണ്ടിലാണെന്നുണ്ടെങ്കിൽ അത് ഡിഗ്രേഡ് ചെയ്ത് പോകുകയും ചെയ്യുമെങ്കിൽ അതൊരു എൻവയോൺമെൻറ്റൽ പൊല്യൂട്ടൻ്റ് അല്ലെങ്കിൽ പൊല്യൂഷനായിട്ട് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ബട്ട് അത് ഓവറായിട്ട് അക്യുമുലേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് പറയുക, അതൊരു പൊല്യൂട്ടൻ്റ് ആയി എന്ന് പറയാം. ഓക്കെ. ഇനി നോൺ ഡീഗ്രേഡബിൾ പൊല്യൂട്ടൻസ് ഉണ്ട് അല്ലേ. നോൺ ഡീഗ്രേഡബിൾ പൊല്യൂട്ടൻസ് എന്താ, ഇങ്ങനെ നാച്ചുറലി നശിച്ചു പോകാത്ത, നാച്ചുറലി ഡീകമ്പോസ് ചെയ്ത് പോകാത്തതിനെയാണ് നമ്മൾ നോൺ ഡീഗ്രേഡബിൾ പൊല്യൂട്ടൻ്റ് എന്ന് പറയാം. PVC, പ്ലാസ്റ്റിക്, പോളിത്തീൻ, DDT പോലെയുള്ളതൊക്കെ അതിന് എക്സാമ്പിളാണ്. അത് ചിലപ്പോൾ എന്തായിരിക്കും, സ്ലോലി ആയിരിക്കും ഡീഗ്രേഡ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്യില്ല. ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് നോൺ ഡീഗ്രേഡബിൾ പൊല്യൂട്ടൻസ്. നെക്സ്റ്റ് വരുന്നത് ടൈപ്പ് ഓഫ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ലാൻഡ് ഓർ സോയിൽ പൊല്യൂഷനെ കുറിച്ചിട്ടാണ്. മീനിങ്: soil is essential for human, animals and plants. It support food production, vegetation and natural resources. ഇനി എന്താ ലാൻഡ് പൊല്യൂഷൻ അല്ലെങ്കിൽ സോയിൽ പൊല്യൂഷൻ എന്ന് പറയുക? സോയിലിനൊരു ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടി ഉണ്ട് അല്ലേ. അതിനെ ആൾട്ടർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, സോയിൽ പൊല്യൂഷൻ സംഭവിച്ചു എന്നുള്ളത് പറയാം അല്ലേ. കണ്ടാമിനേഷൻ ഓഫ് സോയിൽ വിത്ത് എക്സസ് ഓഫ് കെമിക്കൽ, ഫെർട്ടിലൈസേഴ്സ്, ഇൻസെക്ടിസൈഡ്സ്, ഹെർബിസൈഡ്സ് ഈസ് നോൺ ആസ് സോയിൽ പൊല്യൂഷൻ. ഇറ്റ് ഓൾസോ മീൻസ് ഡിക്രീസ് ഇൻ സോയിൽ ക്വാളിറ്റി ഡ്യൂ ടു ഹ്യൂമൻ ആക്ടിവിറ്റി, നാച്ചുറൽ കോസസ് or both. ഇനി എന്തൊക്കെയാണ് സോയിൽ പൊല്യൂഷൻ്റെ കാരണമായിട്ട് വരിക? ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഉണ്ട് അല്ലേ. എന്തൊക്കെയാണ്? കെമിക്കൽസ്, ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ് ഒക്കെ ഓവറായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സോയിൽ പൊല്യൂഷൻ ഉണ്ടാവും അല്ലേ. അതുപോലെ തന്നെ നാച്ചുറൽ കോസസ് ഉണ്ട്. എന്തൊക്കെയാണ്? സോയിൽ ഇറോഷൻ, ടെമ്പറേച്ചർ ചേഞ്ചസ്, ലാക്ക് ഓഫ് ന്യൂട്രിയൻസ് ഒക്കെയാണ് നാച്ചുറൽ കേസിൻ്റെ അണ്ടറിൽ വരുന്നത്. അതുപോലെ തന്നെ ലോസ് ഓഫ് സോയിൽ മൈക്രോ ഓർഗാനിസം. അപ്പോൾ അതെന്ത് ചെയ്യും? സോയിലിൻ്റെ ടെക്സ്ചർ അല്ലെങ്കിൽ സോയിലിൻ്റെ ആ ഒരു ഓരോ കമ്പോണൻറ്റും ഇത്ര ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവണം എന്നുള്ള ആ ഒരു ബാലൻസിനെ അത് എന്ത് ചെയ്യും? എഫക്റ്റ് ചെയ്യും അല്ലേ. അതുപോലെ തന്നെ എന്താ, ഡീഗ്രഡേഷനും, ലോസ് ഓഫ് സോയിൽ മൈക്രോ ഓർഗാനിസം, ടു മച്ച് ഓർ ടു ലിറ്റിൽ മോയ്സ്ചർ. ഇത്രയും കാരണങ്ങളാണ് സോയിൽ പൊല്യൂഷന് വരുന്നത്. ഓക്കെ.
സോയിൽ ലെസ് ഫെർട്ടൈൽ ആയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സിനെ ഒന്നും കിട്ടില്ല അല്ലേ. മെയിൻലി നമ്മുടെ ഫുഡ് ചെയിൻ്റെ മെയിൻ പാർട്ട് പ്ലാന്റുകളാണ് വരുന്നത് അല്ലേ. അപ്പോൾ അത് പ്രോപ്പറായിട്ടില്ല. നെക്സ്റ്റ് വരുന്നത് സോഴ്സസ് ഓഫ് സോയിൽ പൊല്യൂഷൻ ആണ്. ഫിസിക്കൽ സോഴ്സസ് ഉണ്ട്, ഡിഫോറസ്റ്റേഷൻ, സോയിൽ ഇറോഷൻ, വോൾക്കാനിക് ഇറപ്ഷൻ, ഫോറസ്റ്റ് ഫയർ ഒക്കെയാണ് ഫിസിക്കൽ സോഴ്സിൽ വരുന്നത്. ബയോളജിക്കൽ സോഴ്സുകളുണ്ട്, ഹാർംഫുൾ മൈക്രോ ഓർഗാനിസം ലൈക്ക് ബാക്ടീരിയ ആൻഡ് പ്രോട്ടോസോവ. എയർബോൺ സോഴ്സസ് സ്മോക്ക്, അതുപോലെ റേഡിയേഷൻ ഫ്രം ഇൻഡസ്ട്രീസ് ഒക്കെ എയർബോൺ സോഴ്സസിന് എക്സാമ്പിളാണ്. ബയോസൈഡ്സിന് എക്സാമ്പിളാണ് ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, ഇൻസെക്ടിസൈഡ്സ് ആൻഡ് ഹെർബിസൈഡ്സ്. അർബൻ ആൻഡ് ഇൻഡസ്ട്രിയൽ സോഴ്സിന് എക്സാമ്പിളാണ് പ്ലാസ്റ്റിക്, പോളിത്തീൻ, പേപ്പറൊക്കെ. പോളിത്തീൻ, പേപ്പർ, സീവേജ് വേസ്റ്റൊക്കെ, സീവേജ് വാട്ടറൊക്കെ അർബൻ ആൻഡ് ഇൻഡസ്ട്രിയൽ സോഴ്സസിന് എക്സാമ്പിളാണ്. ഇനി എന്തൊക്കെയാണ് സോയിൽ പൊല്യൂഷൻ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതുകൊണ്ടുള്ള എഫക്റ്റുകൾ വരുന്നത്? നമ്മുടെ സോയിലുള്ള മൈക്രോ ഓർഗാനിസത്തിനെ അത് കില്ല് ചെയ്യും അല്ലേ. അതുപോലെ തന്നെ എന്താ, സോയിലിൻ്റെ ഫെർട്ടിലിറ്റി കുറക്കും, അതുപോലെ സോയിലിൻ്റെ വാട്ടർ ഹോൾഡിങ് കപ്പാസിറ്റി ഒക്കെ റെഡ്യൂസ് ചെയ്യും അല്ലേ. പിന്നെ സോയിൽ പൊല്യൂഷൻ എന്തിലോട്ട് ലീഡ് ചെയ്യുന്നുണ്ട്? സോയിൽ പൊല്യൂഷൻ സോയിൽ ഇറോഷനിലോട്ട് ലീഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അങ്ങനെ ആ ഒരു ഫെർട്ടൈൽ ലാൻഡിനെ വേസ്റ്റ് ലാൻഡ് ആക്കി മാറ്റാനുള്ള ഒരു വേസ്റ്റ് ലാൻഡ് എന്നുള്ള ഒരു കണ്ടീഷനിലോട്ട് മാറ്റും അല്ലേ. ക്രോപ്പ് പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ക്രോപ്സ് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലേ. അതുപോലെ റേഡിയേഷൻ ഒക്കെ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻസിനും ആനിമൽസിനൊക്കെ ഹാർംഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അർബൻ വേസ്റ്റ് ഒക്കെ എന്ത് ചെയ്യും? നമ്മുടെ ക്ലീൻലിനെസ് അതുപോലെ ഹൈജീനെയൊക്കെ നെഗറ്റീവായിട്ട് ബാധിക്കും അല്ലേ. ഇനി എങ്ങനെയാണ് നമുക്ക് സോയിൽ പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുക? ഗാർബേജുകളൊക്കെ നമുക്ക് കമ്പോസ്റ്റ് മാനുവറായിട്ട് ചേഞ്ച് ചെയ്യാം അല്ലേ. അതുപോലെ ഇൻഡസ്ട്രിയൽ വേസ്റ്റുകളൊക്കെ സേഫായിട്ട് നമുക്ക് ഡിസ്പോസ് ചെയ്യാം. ഓർഗാനിക് ഫാമിംഗ് യൂസ് ചെയ്യാം. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെയും പെസ്റ്റിസൈഡ്സിൻ്റെയും ഉപയോഗം കുറക്കാം. അതുപോലെ എന്താ, ഹാർംഫുൾ കെമിക്കൽസ് ആയിട്ടുള്ള DDT പോലെയുള്ളതിനെ ബാൻ ചെയ്യുക. പൊല്യൂട്ടിങ് ഇൻഡസ്ട്രീസിലും ഫാക്ടറീസിലൊക്കെ കംപ്ലീറ്റ് അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മോണിറ്ററിങ് പ്രൊസീജിയേഴ്സൊക്കെ കൊണ്ടുവരിക. അതുപോലെ മോണോകൾച്ചറിന് പകരമായിട്ട് ഈ ക്രോപ്പ് റൊട്ടേഷൻ ഇൻക്ലൂഡ് ചെയ്യുക. സോളിഡ് വേസ്റ്റുകൾ റീസൈക്കിൾ ചെയ്ത് മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഡാമേജ്ഡ് സോയിലിനെ റീക്ലെയിം ചെയ്യാനുള്ള പ്രോസസ്സുകൾ നോക്കുക. ഫാമേഴ്സിനെയും അതുപോലെ ഇത് ഈ ഒരു ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്തവരെയും എന്ത് ചെയ്യുക, കോമൺ ആളുകളെയും ഒക്കെ പ്രോപ്പർ കെമിക്കൽ യൂസിനെ കുറിച്ചിട്ട് ഒരു അവയർനെസ് അല്ലെങ്കിൽ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക. അതുപോലെ അവയർനെസ് സ്പ്രെഡ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് ഒരു പരിധി വരെ സോയിൽ പൊല്യൂഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂലേ. നെക്സ്റ്റ് വരുന്നത് വാട്ടർ പൊല്യൂഷനാണ്. ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ നോക്കുകയാണെങ്കിൽ വാട്ടർ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നാച്ചുറൽ റിസോഴ്സ് ഓഫ് ലൈഫ് യൂസ്ഡ് ഫോർ ഇറിഗേഷൻ, ഇൻഡസ്ട്രി, ഡ്രിങ്കിങ്, ഡൊമസ്റ്റിക് നീഡ്സ്, സാനിറ്റേഷൻ ആൻഡ് വാട്ടർ ഡിസ്പോസൽ. 70% ഓഫ് എർത്ത് വാട്ടറാണ് അല്ലേ. അതുകൊണ്ടാണ് നമ്മുടെ എർത്തിനെ ബ്ലൂ പ്ലാനറ്റ് എന്ന് വിളിക്കുന്നത് അല്ലേ. അതിൽ 2.5% മാത്രമാണ് ഫ്രഷ് വാട്ടർ ഉള്ളത്, ബാക്കിയുള്ളതൊക്കെ ഓഷ്യനിലാണ് ഉള്ളത് അല്ലേ. ഈ ഒരു ഫ്രഷ് വാട്ടറിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 0.3% റിവേഴ്സ്, ലേക്ക്, റിസർവോയറിൽ നിന്നൊക്കെയാണ് കിട്ടുന്നത്. 30% ഗ്രൗണ്ട് വാട്ടർ ആണ് അല്ലേ. ഉള്ളത് ഗ്ലേഷ്യേഴ്സ് ആയിട്ടോ മൈഷീറ്റായിട്ടൊക്കെയാണ് കിടക്കുന്നത് അല്ലേ. ഇനി ഇന്ത്യയുടെ കേസ് നോക്കുകയാണെങ്കിൽ മെയിൻലി ഫ്രഷ് വാട്ടർ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് സർഫസ് ആൻഡ് ഗ്രൗണ്ട് വാട്ടറിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മുടെ വാട്ടർ നീഡ് പെർ പേഴ്സൺ 1500 ക്യൂബിക് മീറ്റർ ആണ്. ഇനി ഗ്രൗണ്ട് വാട്ടർ യൂസേജിൻ്റെ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ 55% ഇറിഗേഷനും 80% ഡൊമസ്റ്റിക് നീഡ്സിനും വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. ഇനി എന്താ വാട്ടർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ഡിറ്റീരിയേഷൻ ഇൻ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ക്വാളിറ്റി ഓഫ് വാട്ടർ അല്ലേ, കോസിങ് ഹാർംഫുൾ എഫക്റ്റ് ഓൺ മാൻ, ആനിമൽസ്, വെജിറ്റേഷൻ ആൻഡ് ആൾസോ ദ ക്വാളിറ്റി ഓഫ് എൻവയോൺമെൻറ്റ്. ഇനി എന്തൊക്കെയാണ് വാട്ടർ പൊല്യൂഷൻ്റെ കോസസിൽ വരുന്നത്? ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, അതുപോലെ സീവേജ്, കെമിക്കൽസ് ആൻഡ് ടോക്സിൻസ്, റിഡക്ഷൻ ഇൻ ഓക്സിജൻ ലെവൽ, നാച്ചുറൽ ഓർ മാൻമെയ്ഡ് ചേഞ്ചസ് ഇൻ വാട്ടേഴ്സ്, ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഇതിൻ്റെ കോസസിൽ വരുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ് വരുന്നത് സോഴ്സസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ ആണ്. നാച്ചുറൽ സോഴ്സസ് ഉണ്ട്, ഹ്യൂമൻ മെയ്ഡ് സോഴ്സസ് ഉണ്ട്. നാച്ചുറൽ സോഴ്സസിൻ്റെ അണ്ടറിൽ വരുന്നതാണ് സോയിൽ ഇറോഷൻ, വോൾക്കാനിക് ഇറപ്ഷൻ, ഫ്ലഡ്, ഡെഡ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഹ്യൂമൻ മെയ്ഡ് സോഴ്സസിൻ്റെ അണ്ടറിൽ വരുന്നതാണ് സീവേജ് വേസ്റ്റ് ഫ്രം സിറ്റീസ്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, അഗ്രികൾച്ചറൽ വേസ്റ്റ്, കൾച്ചറൽ ആക്ടിവിറ്റീസ്, ഓയിൽ സ്പിൽസ് ഫ്രം ഷിപ്സ് ഓർ വെൽസ്. ഇനി ടൈപ്പ് ഓഫ് വാട്ടർ പൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ ലൊക്കേഷനെ ബേസ് ചെയ്തിട്ടും കോസിനെ ബേസ് ചെയ്തിട്ടും നമുക്ക് വാട്ടർ പൊല്യൂഷനെ ക്ലാസിഫൈ ചെയ്യാം. ലൊക്കേഷനെ ബേസ് ചെയ്ത് വരുന്നതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് റിവർ പൊല്യൂഷൻ, ലേക്ക് പൊല്യൂഷൻ, ഗ്രൗണ്ട് വാട്ടർ പൊല്യൂഷൻ, സീ പൊല്യൂഷൻ ആൻഡ് സർഫസ് വാട്ടർ പൊല്യൂഷൻ. ഇനി ബേസ്ഡ് ഓഫ് കോസ് നോക്കുകയാണെങ്കിൽ സീവേജ് വാട്ടർ പൊല്യൂഷൻ ഉണ്ട്, ഇൻഡസ്ട്രിയൽ വാട്ടർ പൊല്യൂഷൻ ഉണ്ട്, അഗ്രികൾച്ചറൽ വേസ്റ്റ് പൊല്യൂഷൻ ആൻഡ് സോളിഡ് വേസ്റ്റ് പൊല്യൂഷൻ.
സീവേജ് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ ഡേർട്ടി ആയിട്ടുള്ള വാട്ടർ നമ്മൾ വിത്തൗട്ട് പ്രോപ്പർ ക്ലീനിങ് എന്ത് ചെയ്യുകയാണ്, റിവറിലോട്ട് ഒഴിക്കുക. അങ്ങനെയാണ് സീവേജ് പൊല്യൂഷൻ ഉണ്ടാകുന്നത് അല്ലേ. അതെന്തിനൊക്കെയാണ് കാരണമാകുന്നത്? ബാഡ് സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്യും, അതുപോലെ കിൽ ഫിഷസ് ആൻഡ് സ്പ്രെഡ് ഡിസീസസ് ലൈക്ക് കോളറ. ഇനി ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫാക്ടറീസ് റിലീസ് ചെയ്യുന്ന കെമിക്കൽസ്, മെർക്കുറി, ലെഡ്, ആസിഡ്സ്, ഡൈസ് പോലെയുള്ള കെമിക്കൽസൊക്കെ ഇങ്ങനെ അക്വാട്ടിക് ലൈഫിനും ഹ്യൂമൻ ലൈഫിനും ഒക്കെ ഹാർംഫുള്ളായിട്ട് വരിക. അതാണ് ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ. തെർമൽ പൊല്യൂഷൻ നമുക്കറിയാമല്ലേ, അധികം ഫാക്ടറീസിലും കൂളൻ്റായിട്ട് യൂസ് ചെയ്യുന്നത് വാട്ടറാണ്. ഈ ഒരു വാട്ടർ ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് ഹോട്ട് വാട്ടർ ആയിരിക്കും അല്ലേ. ഇത് ഫർദർ കൂൾ ഡൗൺ ഒന്നും ചെയ്യാനും സമ്മതിക്കാണ്ട് ഡയറക്റ്റായിട്ട് നമ്മുടെ ഒരു അക്വാട്ടിക് സിസ്റ്റം റിവറിലോട്ടൊക്കെ നമ്മൾ ഒഴുക്കി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? അതിലുള്ള ഫിഷുകളൊക്കെ ഇല്ലാണ്ടാവില്ലേ. അതുപോലെ എന്താ അക്വാട്ടിക് ലൈഫിനൊക്കെ ഒരുപാട് ചേഞ്ചസ് വരും. ഓക്കെ, അങ്ങനെയാണ് തെർമൽ പൊല്യൂഷൻ ഉണ്ടാകുന്നത്. ഇനി അഗ്രികൾച്ചറൽ പൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ അഗ്രികൾച്ചറിന് നമ്മൾ എന്ത് ചെയ്യുക? ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ യൂസ് ചെയ്യൂലേ. അത് വാട്ടറുമായിട്ട് മിക്സ് ആയിട്ട് എന്ത് ചെയ്യും? വാട്ടർ പൊല്യൂഷൻ ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി എന്തൊക്കെയാണ് വാട്ടർ പൊല്യൂഷൻ്റെ എഫക്റ്റ് വരിക? ഡിസീസസ് സ്പ്രെഡ് ആവില്ലേ. കോളറ, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് പോലെയുള്ള ഡിസീസസ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ എന്താ ഈ വാട്ടറിലുള്ള ടോക്സിൻസ് എന്ത് ചെയ്യും? നമ്മുടെ ബ്രെയിന്, കിഡ്നി, ലിവറിനെയൊക്കെ ഡാമേജ് ചെയ്യിപ്പിക്കും. അതുപോലെ ഫിഷ്, പ്ലാന്റ്സിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ലെസ് ഓക്സിജൻ കാരണം ഫിഷും പ്ലാന്റ്സൊക്കെ ഡൈ ചെയ്യും. അതുപോലെ തന്നെ ക്രോപ്പ് ഹാവ് ഷോർട്ടർ ലൈഫ് ആൻഡ് പുവർ ഗ്രോത്ത്. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് അതർ സോഴ്സസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. ഗ്രൗണ്ട് വാട്ടർ പൊല്യൂഷൻ ബൈ സെപ്റ്റിക് ടാങ്ക്, സീപേജ്, സ്പിറ്റൊക്കെ ഇതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. മറൈൻ വാട്ടർ പൊല്യൂഷൻ, മെർക്കറി പൊല്യൂഷൻ, ലെഡ് പൊല്യൂഷൻ, ഫ്ലൂറൈഡ് പൊല്യൂഷനൊക്കെ നമുക്ക് അതർ സോഴ്സസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ എന്നുള്ള രീതിക്ക് പറയാം. ഇനി എന്തൊക്കെയാണ് വാട്ടർ പൊല്യൂഷൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ് ആയിട്ട് വരിക? വാട്ടർ ബോൺ ഡിസീസസ് സ്പ്രെഡ് ആവും അല്ലേ. ടൈഫോയിഡ്, കോളറ, ഹെപ്പറ്റൈറ്റിസ് പോലെയുള്ള വാട്ടർ ബോൺ ഡിസീസസ് എന്ത് ചെയ്യും? സ്പ്രെഡ് ആകും. അതുപോലെ തന്നെ നൈട്രേറ്റിൻ്റെ എമൗണ്ട് കൂടുതലായിട്ടുള്ള വാട്ടറാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതായത് നൈട്രേറ്റ് എങ്ങനെയാണ് വരിക? ഫെർട്ടിലൈസേഴ്സിൽ നിന്നൊക്കെയാണ് വരുന്നത് അല്ലേ. അങ്ങനെയുള്ള വാട്ടറുകൾ നമ്മൾ ഡ്രിങ്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അനീമിയ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ പെസ്റ്റിസൈഡ്സിൽ യൂസ് ചെയ്യുന്ന മെർക്കുറി നമ്മുടെ ബോഡിയിലോട്ട് എത്തിച്ചേർന്നാൽ നമ്മുടെ ബ്രെയിൻ ഡാമേജ് ഒക്കെ ഉണ്ടായി മരിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെ വരുന്ന ക്രോമിയം എന്ന് പറഞ്ഞ കോമ്പോണൻറ്റ് കാർസിനോജനിക്കാണ്. സെലീനിയം, പെസ്റ്റിസൈഡ്സ് ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെ വരുന്ന സെലീനിയം ക്യാൻസർ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ എന്താ ഫോട്ടോസിന്തസിസ് ഗെറ്റ് ഡിക്രീസ്ഡ് ഇൻ പ്ലാന്റ്സ് ഗ്രോൺ വിത്ത് പൊല്യൂട്ടഡ് വാട്ടർ റെഡ്യൂസസ് സിഗ്നിഫിക്കൻ്റ്ലി ദ ലൈഫ് സ്പാൻ ഓഫ് ദ ക്രോപ്പ്. പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ. എങ്ങനെയാണ് നമുക്ക് വാട്ടർ പൊല്യൂഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക? നമ്മൾ പറഞ്ഞു അല്ലേ, ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെ യൂസ് ചെയ്യുന്ന വാട്ടർ നമ്മൾ അതുപോലെ ഇങ്ങനെയുള്ള വാട്ടർ ബോഡീസിലോട്ട് റിലീസ് ചെയ്യുമ്പോഴാണ് പ്രോബ്ലം വരുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇങ്ങനെ ഡയറക്റ്റായിട്ട് റിലീസ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം? ആ ഒരു റിമൈനിങ് ആയിട്ടുള്ള ആ ഒരു വെള്ളത്തിന് പോണ്ടിലോട്ടൊക്കെ റിലീസ് ചെയ്യുന്ന ഫോർമാറ്റിലോട്ടാക്കാം അല്ലേ. അതുപോലെ തന്നെ തെർമൽ വാട്ടർ പൊല്യൂഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ഹോട്ട് വാട്ടറിനെ കൂൾ ചെയ്യാനുള്ള ഒരു ടൈം നമുക്ക് കൊടുക്കാം. അതുപോലെ റീയൂസ് ആൻഡ് റീസൈക്കിൾ വാട്ടർ വേർ ഇറ്റ് ഈസ് പോസിബിൾ, റിമൂവ് പൊല്യൂട്ടൻറ്റ് യൂസിങ് ഫിൽറ്റേഴ്സ്, കെമിക്കൽസ് ആൻഡ് സോളാർ മെത്തേഡ്, മേക്ക് ആൻഡ് ഫോളോ സ്ട്രിക്റ്റ് ലോസ് ടു പ്രൊട്ടക്ട് വാട്ടർ ബോഡീസ്. ഇത്രയും കാര്യങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പരിധി വരെ വാട്ടർ പൊല്യൂഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ തെർമൽ വാട്ടർ പൊല്യൂഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ഹോട്ട് വാട്ടറിനെ കൂൾ ചെയ്യാനുള്ള ഒരു ടൈം നമുക്ക് കൊടുക്കാം. അതുപോലെ റീയൂസ് ആൻഡ് റീസൈക്കിൾ വാട്ടർ വേർ ഇറ്റ് ഈസ് പോസിബിൾ, റിമൂവ് പൊല്യൂട്ടൻറ്റ് യൂസിങ് ഫിൽറ്റേഴ്സ്, കെമിക്കൽസ് ആൻഡ് സോളാർ മെത്തേഡ്, മേക്ക് ആൻഡ് ഫോളോ സ്ട്രിക്റ്റ് ലോസ് ടു പ്രൊട്ടക്ട് വാട്ടർ ബോഡീസ്. ഇത്രയും കാര്യങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പരിധി വരെ വാട്ടർ പൊല്യൂഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ തെർമൽ വാട്ടർ പൊല്യൂഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ഹോട്ട് വാട്ടറിനെ കൂൾ ചെയ്യാനുള്ള ഒരു ടൈം നമുക്ക് കൊടുക്കാം. അതുപോലെ റീയൂസ് ആൻഡ് റീസൈക്കിൾ വാട്ടർ വേർ ഇറ്റ് ഈസ് പോസിബിൾ, റിമൂവ് പൊല്യൂട്ടൻറ്റ് യൂസിങ് ഫിൽറ്റേഴ്സ്, കെമിക്കൽസ് ആൻഡ് സോളാർ മെത്തേഡ്, മേക്ക് ആൻഡ് ഫോളോ സ്ട്രിക്റ്റ് ലോസ് ടു പ്രൊട്ടക്ട് വാട്ടർ ബോഡീസ്. ഇത്രയും കാര്യങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പരിധി വരെ വാട്ടർ പൊല്യൂഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എയർ പൊല്യൂഷൻ, മീനിങ് ആൻഡ് ഡെഫിനിഷൻ. എയർ പൊല്യൂഷൻ മെയിൻലി ഹ്യൂമൻ ആക്ടിവിറ്റീസ് ത്രൂ ആണ് ഉണ്ടാകുന്നത് അല്ലേ. എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇറ്റ് ഈസ് ദ കണ്ടാമിനേഷൻ വിത്ത് സ്മോക്ക്, ഡസ്റ്റ് ആൻഡ് ഹാർംഫുൾ ഗ്യാസസ്. നോർമൽ എയറിൻ്റെ കമ്പോസിഷൻ നോക്കുകയാണെങ്കിൽ നൈട്രജൻ 78.4%, ഓക്സിജൻ 20%, ആർഗൺ ആൻഡ് അതേഴ്സ് 1.5%, കാർബൺ ഡൈ ഓക്സൈഡ്
0.0314%. അത്രയും ചെറിയ എമൗണ്ടിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് നോർമൽ എയർ കമ്പോഷനിൽ ഉണ്ടാവുക. ബട്ട് നമുക്കറിയാമല്ലേ, നമ്മുടെ ഇൻഡസ്ട്രിയലൈസേഷനും വെഹിക്കിൾസിൻ്റെയൊക്കെ നമ്പർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതിൻ്റെ ഫലമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും കാർബൺ മോണോക്സൈഡിൻ്റെയൊക്കെ കമ്പോഷൻ എയറിൽ എന്താണ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കേസ് വരുമ്പോൾ നോർമൽ എയർ കമ്പോഷനെക്കാട്ടിലും കൂടുതലായിട്ട് ഏതെങ്കിലും എലമെൻറ്റ് വരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുക, എയർ പൊല്യൂഷൻ ഒക്കെ ചെയ്തു എന്ന് പറയാം അല്ലേ. എയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ലൈഫ്. ഇനി സോഴ്സസ് ഓഫ് എയർ പൊല്യൂഷൻ നോക്കാം അല്ലേ. സോഴ്സസ് ഓഫ് എയർ പൊല്യൂഷൻ മെയിൻലി 2 ടൈപ്സ് ആണ്. നാച്ചുറൽ സോഴ്സസ് ഉണ്ട്, മാൻ മെയ്ഡ് സോഴ്സസ് ഉണ്ട്. നാച്ചുറൽ സോഴ്സസിൽ വരുന്നതാണ് വോൾക്കാനിക് ഇറപ്ഷൻ, സാൻഡ് ആൻഡ് ഡസ്റ്റ് ഡിഫ്ലാഷൻ, ഫോറസ്റ്റ് വൈൽഡ് ഫയർ, നാച്ചുറൽ വെജിറ്റേഷൻ. ഇനി മാൻ മെയ്ഡ് സോഴ്സസിൽ നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രീസ് ഓർ ഫാക്ടറീസ്, അർബൻ സെൻറ്റേഴ്സ്, എയർക്രാഫ്റ്റ് ആൻഡ് ന്യൂക്ലിയർ എക്സ്പെരിമെൻറ്റ്, ഓട്ടോമൊബൈൽസ്, അഗ്രികൾച്ചർ, പവർ പ്ലാന്റ് ഒക്കെ വരുന്നുണ്ട്. ഇനി മേജർ പൊല്യൂട്ടൻ്റ് ഏതൊക്കെയാണ്? കാർബൺ കോമ്പൗണ്ട്സിലെ കാർബൺ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് ഒക്കെ വരും. സൾഫർ കോമ്പൗണ്ട്, സൾഫർ ഡൈ ഓക്സൈഡ്, H2S, H2SO4 ഒക്കെയാണ് സൾഫർ കോമ്പൗണ്ട്സ്. നൈട്രജൻ ഓക്സൈഡ്സ് NO, NO2, HNO3 ഒക്കെ വരും. ഫ്ലൂറോ കാർബൺ, ഓസോൺ ഡിപ്ലിഷൻ, ഗ്ലോബൽ വാർമിങ്ങിനൊക്കെ കാരണമാകുന്ന ഫ്ലൂറോ കാർബൺസും എന്താണ്, മേജർ എയർ പൊല്യൂട്ടൻ്റ് ആണ് അല്ലേ. ബെൻസീൻസ് പോലെയുള്ള ഹൈഡ്രോ കാർബൺസും മെറ്റലാക്, ടിൻ, നിക്കൽ, ആർസനിക്, കാഡ്മിയം ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പൊല്യൂട്ടൻറ്റിൻ്റെ മേജർ പൊല്യൂട്ടൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഇനി ടൈപ്പ് ഓഫ് എയർ പൊല്യൂഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബൈ ടൈപ്പ് പൊല്യൂട്ടൻസ് ഉണ്ട്, ബൈ സോഴ്സിൽ വരുന്നതും ഉണ്ട്. ബൈ സോഴ്സിൻ്റെ ബേസിസിൽ ഏതൊക്കെയാണ് എയർ പൊല്യൂഷൻ വരുന്നത്? ഓട്ടോമൊബൈൽ, ഇൻഡസ്ട്രിയൽ, തെർമൽ, അർബൻ, റൂറൽ, ന്യൂക്ലിയർ പൊല്യൂഷനൊക്കെ ടൈപ്പ് ഓഫ് അതായത് ബേസ്ഡ് ഓൺ ദ സോഴ്സ് വരുന്നതാണ്. ഇനി ബേസ്ഡ് ഓൺ ദ പൊല്യൂട്ടൻ്റ് വരുമ്പോൾ മെയിൻലി 2 ടൈപ്പാണ്, ഗേഷ്യസ് ആൻഡ് പാർട്ടിക്കുലേറ്റ്. നമുക്ക് സ്പെസിഫിക് കാറ്റഗറീസ് നോക്കാം. ഓട്ടോമൊബൈൽ എയർ പൊല്യൂഷൻ ഉണ്ട്. ഓട്ടോമൊബൈൽ എയർ പൊല്യൂഷൻ എന്തുകൊണ്ടാണ്? മെയിൻലി കോസ്ഡ് ബൈ ദ റാപ്പിഡ് ഇൻക്രീസ് ഓഫ് വെഹിക്കിൾസ് ആൻഡ് അത് മെയിൻലി എന്ത് ചെയ്യുന്നുണ്ട്, വെഹിക്കിൾസിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രോ കാർബൺസ്, ഓക്സൈഡ്, SPM ഒക്കെയാണ് അതിന് റീസണായിട്ട് വരുന്നത് അല്ലേ. ഇൻഡസ്ട്രിയൽ എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഇൻഡസ്ട്രി ത്രൂ ഉണ്ടാകുന്ന എയർ പൊല്യൂഷൻസ് അല്ലേ. റിഫൈനറീസ് ഉണ്ട്, റിഫൈനറീസിൽ നിന്ന് മെയിൻലി SO2, NO2 പോലെയുള്ള എയർ പൊല്യൂട്ടൻറ്റുകളാണ് എമിറ്റ് ചെയ്യുന്നത് അല്ലേ. സിമെൻറ്റ് ഫാക്ടറീസ് ഉണ്ട്, ഡസ്റ്റാണ് അവിടെ മെയിനായിട്ട് എയർ പൊല്യൂട്ടൻ്റ് ആയിട്ട് വരുന്നത്. സ്റ്റോൺ ക്രഷേഴ്സ്, ഹോട്ട് മിക്സ് പ്ലാന്റ്സിലൊക്കെ SPM ആണ് അല്ലേ. ഇനി കെമിക്കൽ പ്ലാന്റ്സ് നോക്കുകയാണെങ്കിൽ ആസിഡ് വേപ്പേഴ്സ് ഉണ്ട്, സ്റ്റബിൾ ബേണിങ് ഒക്കെ എന്താണ്, നമ്മുടെ ഇൻഡസ്ട്രിയൽ എയർ പൊല്യൂഷന് എക്സാമ്പിളാണ് അല്ലേ. കോൾ പവേർഡ് സ്റ്റേഷനുകളിൽ നിന്നാണ് തെർമൽ എയർ പൊല്യൂഷൻ ഉണ്ടാകുന്നത്. അവിടെ മെയിൻലി എയർ പൊല്യൂട്ടൻ്റ് ആയിട്ട് വരുന്നത് ഫ്ലൈ ആഷും SO2ഉം ഹൈഡ്രോ കാർബൺസും ആണ്. ന്യൂക്ലിയർ എയർ പൊല്യൂഷൻ നോക്കുമ്പോൾ റേഡിയേഷനാണ് മെയിൻലി റിലീസ് ചെയ്യുന്നത്. ആക്സിഡൻസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലാണ് ന്യൂക്ലിയർ എയർ പൊല്യൂഷൻ ഉണ്ടാവുക അല്ലേ. അതായത് ആ ഒരു പ്ലാന്റിന് ആക്സിഡൻറ്റുകളൊക്കെ സംഭവിക്കുമ്പോഴാണ് മെയിനായിട്ട് ഒരു ഹ്യൂജ് എമൗണ്ടിൽ ന്യൂക്ലിയർ എയർ പൊല്യൂഷൻ ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ വേസ്റ്റ് ഡിസ്പോഷൻ, ന്യൂക്ലിയർ എയർ പൊല്യൂഷൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന വേസ്റ്റ് അത് ഡിസ്പോസ് ചെയ്യുന്ന സമയത്തും ഇങ്ങനെയുള്ള ന്യൂക്ലിയർ എയർ പൊല്യൂഷനുകൾ ഉണ്ടാവാറുണ്ട് അല്ലേ. എക്സാമ്പിളായി നോക്കുകയാണെങ്കിൽ ചെർണോബൈലും അതുപോലെ ഫുക്കുഷിമയൊക്കെ എന്താണ്, ന്യൂക്ലിയർ എയർ പൊല്യൂഷന് എക്സാമ്പിളാണ്. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാർബൺ കോമ്പൗണ്ട്സ് എന്താണ്, സൾഫർ കോമ്പൗണ്ട്സ് എന്താണ്, നൈട്രജൻ ഓക്സൈഡ്സ്, ഫ്ലൂറോ കാർബൺ, ഹൈഡ്രോ കാർബൺ, മെറ്റൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്തൊക്കെയാണ് അഡ്വേഴ്സ് എഫക്റ്റ് ഓഫ് എയർ പൊല്യൂഷൻ? ഹ്യൂമൻ്റെ ഹെൽത്തിനെ അത് എന്ത് ചെയ്യുന്നുണ്ട്, നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഡിസീസസ് ഉണ്ടാവാം, ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാവാം, റെസ്പിറേറ്ററി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാം അല്ലേ. ഡസ്റ്റൊക്കെ കൂടുതലായിട്ട് നമ്മുടെ എയറിൽ വന്നു കഴിഞ്ഞാൽ റെസ്പിറേറ്ററി ഇഷ്യൂസ്, അലർജിക് റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ എന്താ, ആക്സിഡൻറ്റ്സ് സംഭവിക്കുക അല്ലേ. അതായത് എന്താ, എയർ ഓവറായിട്ട് പൊല്യൂട്ടഡ് ആയി കഴിഞ്ഞാൽ വിസിബിലിറ്റി ലോസ് ഉണ്ടാവും, അങ്ങനെ നമുക്ക് ആക്സിഡൻറ്റുകളിലോട്ടൊക്കെ അത് കാരണമാകാം അല്ലേ. അതുപോലെ ക്രോപ്പ് ആൻഡ് വെജിറ്റേഷൻ ഡാമേജ് ഉണ്ടാകുന്നുണ്ട്, ലൈഫ് സ്റ്റോക്ക് ഇഞ്ചുറി ഉണ്ടാകുന്നുണ്ട്, ഞാൻ മോനുമെൻറ്റ് ഡാമേജ് ഉണ്ടാകുന്നുണ്ട് അല്ലേ. താജ്മഹലൊക്കെ അതിനൊരു എക്സാമ്പിളാണ് അല്ലേ. ക്ലൈമറ്റ് ചേഞ്ച്, ആസിഡ് റെയിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എയർ പൊല്യൂഷൻ റീസണായി മാറുന്നുണ്ട്. പൊല്യൂഷൻ ഗ്രീൻ ഹൗസ് എഫക്റ്റിന് കാരണമാകുന്നുണ്ട്. അത് ത്രൂ നമുക്ക് എന്ത് ചെയ്യാം, ഗ്ലോബൽ വാർമിംഗ് ഒക്കെ ഇൻക്രീസ് ചെയ്യാനും ഈ ഒരു എയർ പൊല്യൂഷൻ റീസണായിട്ട് മാറുന്നുണ്ട് അല്ലേ. ഓസോൺ ലെയർ ഡിപ്ലീഷനും ഈ എയർ പൊല്യൂട്ടൻറ്റുകൾ റീസണായിട്ട് മാറുന്നുണ്ട് അല്ലേ. ഇനി എങ്ങനെയാണ് നമുക്കത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക? ഓട്ടോമൊബൈൽസിൻ്റെ കേസിലാണെങ്കിൽ എമിഷൻ ചെക്ക് ചെയ്യുക അല്ലേ. എത്രത്തോളം എമൗണ്ട് ഓഫ് പൊല്യൂട്ടൻ്റ് ആണ് അത് എമിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യാം. അതുപോലെ ഫ്യൂവൽ ഇവാപ്പറേഷൻ കൺട്രോൾ, ഫിൽറ്റേഴ്സ് സ്ഥാപിക്കുക. അതുപോലെ ലോസുകളിലൂടെയൊക്കെ നമുക്ക് ഓട്ടോമൊബൈലിൽ എന്ത് ചെയ്യാം, ഓട്ടോമൊബൈൽ എയർ പൊല്യൂഷനുകൾ കൺട്രോൾ ചെയ്യാം അല്ലേ. ഇൻഡസ്ട്രീസിൽ നോക്കുകയാണെങ്കിൽ സൈക്ലോൺ കളക്ടർ, അതുപോലെ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്കൊരു പരിധി വരെ എയർ പൊല്യൂഷൻ കുറക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. പിന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലോസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ബിൽഡ് ചെയ്യുന്നതിലൂടെയും നമുക്ക് എന്ത് ചെയ്യാം, എയർ പൊല്യൂഷൻ ഒരു പരിധി വരെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് ഗ്യാഷ്യസ് പൊല്യൂട്ടൻറ്റുകളെ നമുക്ക് എങ്ങനെയാണ്
ഗ്യാഷ്യസ് പൊല്യൂട്ടൻറ്റുകളെ നമുക്ക് വെറ്റ് സിസ്റ്റം ട്രീറ്റ്മെൻറ്റ്, ഡ്രൈ സിസ്റ്റം ട്രീറ്റ്മെൻറ്റ്, വെറ്റ് ഡ്രൈ സിസ്റ്റം ട്രീറ്റ്മെൻറ്റ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാം, വെറ്റ് ഡ്രൈ സിസ്റ്റം ട്രീറ്റ്മെൻറ്റിലൂടെയൊക്കെ ഗ്യാഷ്യസ് പൊല്യൂട്ടൻറ്റുകളെ ഒരു പരിധി വരെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി എന്താ എഡ്യൂക്കേഷൻ്റെ റോള് ഇങ്ങനെയുള്ള പൊല്യൂഷൻസ് കൺട്രോൾ ചെയ്യുന്നതിന്? നമുക്കറിയാമല്ലേ, മെയിൻലി ഇങ്ങനെയുള്ള പൊല്യൂട്ടൻറ്റുകളൊക്കെ കൂടുതലായിട്ട് വരുന്നത് അറിവില്ലായ്മ കൊണ്ടാണ് അല്ലേ. അതായത് ഇതൊരു പൊല്യൂട്ടൻ്റാണ്, ഇത് ത്രൂ ആണ് നമുക്കിങ്ങനെ ഗ്ലോബൽ വാർമിംഗ് ഒക്കെ ഉണ്ടാകുന്നത്, ഇങ്ങനെ ഭൂമിയിലുള്ള ടെമ്പറേച്ചറൊക്കെ എത്രത്തോളം റൈസ് ചെയ്യാനുള്ള കാരണം ഇങ്ങനെയുള്ള പൊല്യൂഷനാണ് എന്നുള്ളത് കോമൺ ആയിട്ടുള്ള ആളുകൾക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്താ, അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള അവയർനെസ് കൊടുക്കാം അല്ലേ. അവയർനെസ് എങ്ങനെയൊക്കെ കൊടുക്കാം? ഫോർമൽ സിസ്റ്റത്തിലൂടെ കൊടുക്കാം. ഫോർമൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളുകളിലൂടെയൊക്കെ കൊടുക്കാം, അതുപോലെ നോൺ ഫോർമൽ സിസ്റ്റത്തിലൂടെ കൊടുക്കാം, നമ്മുടെ ഫാമിലി സെറ്റപ്പിലൂടെയൊക്കെ കൊടുക്കാം അല്ലേ. അതുപോലെ അഡൾട്ട് എഡ്യൂക്കേഷനിലൂടെയും കൊടുക്കാം. അതൊക്കെ ചെയ്യാൻ പറ്റും. എയർ ആൻഡ് നോയ്സ് പൊല്യൂഷനൊക്കെ കരിക്കുലത്തിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നതിലൂടെയും, അതുപോലെ ക്യാമ്പയിൻസിലെ പോസ്റ്റേഴ്സ്, സ്ലോഗൻസ് അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, ഹൈലൈറ്റ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്ത് ആളുകളിലോട്ട് ഒന്നുകൂടെ എത്തിക്കുക. അതുപോലെ ഓയിൽ സ്കാർസിറ്റിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ടുള്ള അവയർനെസ് കൊടുക്കുന്നതിലൂടെയും ഓൾട്ടർനേറ്റീവ് എനർജി നീഡ്സുകൾ ഫൈൻഡ് ചെയ്യുന്നതിലൂടെയൊക്കെ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, എഡ്യൂക്കേഷനിലൂടെ ആളുകൾക്ക് അവയർനെസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മറൈൻ പൊല്യൂഷനെ കുറിച്ചിട്ടാണ്. മറൈൻ പൊല്യൂഷൻ, ഹാർംഫുൾ ചേഞ്ചസ് ഇൻ സീ വാട്ടർ ഡ്യൂ ടു വേസ്റ്റ് ആൻഡ് സീവേജ് ഡിസ്ചാർജ്. ഡെഫിനിഷൻ വൈസ് നോക്കുകയാണെങ്കിൽ എന്താ, ഡിസ്ചാർജ് ഓഫ് വേസ്റ്റസ് ഓർ സീവേജ് ഹാം സീ ലൈഫ്, ഹ്യൂമൻ ഹെൽത്ത്, ഫിഷറീസ് ആൻഡ് സീ വാട്ടർ ക്വാളിറ്റി, അഫക്ട് ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ പ്രോപ്പർട്ടീസ്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സോളിഡ് വേസ്റ്റ്, സീവേജ്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, ഓയിൽ സ്പിൽസ് ഒക്കെ പറയാമല്ലേ. ഇനി ഏതൊക്കെയാണ് മറൈൻ പൊല്യൂഷൻ്റെ സോഴ്സസ് വരുന്നത്? സീവേജ് ഡംപ് ചെയ്യുന്നതിലൂടെ ഉണ്ട് അല്ലേ. അതെന്താ, റോ ആയിക്കോട്ടെ ട്രീറ്റഡ് ആയിക്കോട്ടെ, അതിൽ എക്സസ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഉണ്ട് അല്ലേ. എക്സസ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഇങ്ങനെ ഒരു അക്വാട്ടിക് ലൈഫിലോട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ അക്വാട്ടിക് സിസ്റ്റത്തിലോട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും, യൂട്രോഫിക്കേഷൻ സംഭവിക്കും അല്ലേ. എക്സസ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ന്യൂട്രിയൻസ് ഉണ്ടാകുമ്പോൾ അതിനെ കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് ആൽഗൽ ഗ്രോത്ത് ഒക്കെ ഓവറാവും. അതെന്ത് ചെയ്യും, മറൈൻ പൊല്യൂഷന് കാരണമാകും അല്ലേ. സിന്തറ്റിക് ഡിറ്റർജൻ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ എന്താ, വാട്ടറിനെ ആൽക്കലൈനാക്കി മാറ്റും. അതുപോലെ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഹെവി മെറ്റൽസിലൊക്കെയുള്ള കെമിക്കൽസ് എന്ത് ചെയ്യുന്നുണ്ട്, മറൈൻ പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. ഓയിൽ സ്പിൽസ് അല്ലേ, നമുക്കറിയാം ഷിപ്പൊക്കെ കൊളൈഡ് ചെയ്യുന്നതിലൂടെയൊക്കെ, അതുപോലെ ഷിപ്പിൽ നിന്നൊക്കെ ലീക്ക് വരുന്നതിലൂടെയൊക്കെ നമ്മുടെ മറൈൻ സിസ്റ്റത്തിൽ എത്തിച്ചേരുന്ന ഓയിൽ സ്പിൽസ്, അതിലുള്ള എന്ത് ചെയ്യുന്നുണ്ട്, ഓയിൽ സ്പിൽസ് ഒരു സർഫസിലൊരു ബോർഡറായിട്ട് കിടക്കും അല്ലേ, അല്ലെങ്കിൽ സർഫസിലൊരു തടസ്സമായിട്ട് കിടന്നിട്ട് പ്രോപ്പറായിട്ടുള്ള സൺലൈറ്റും ഓക്സിജനും ഒക്കെ ഈ ഒരു മറൈൻ സിസ്റ്റത്തിലോട്ട് എത്തുന്നത് പ്രിവെൻറ്റ് ചെയ്യൂലേ. അക്വാട്ടിക് ലൈഫ്സിനെ ബാധിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അഡ്വേഴ്സ് എഫക്റ്റ് വരുന്നത് മറൈൻ സ്പീഷീസിനും അതുപോലെ കോറൽ റീഫ്സിനൊക്കെ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. ഓയിൽ അതുപോലെ വേസ്റ്റുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാന്റിനും ഫിഷിനും ഒക്കെ ഹാംഫുൾ ആണ് അല്ലേ. ഈ പ്രോപ്പറായിട്ടുള്ള സൺലൈറ്റ് വരുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അക്വാട്ടിക് പ്ലാന്റ്സിലുള്ള ഫോട്ടോസിന്തസിസും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യും അല്ലേ. അപ്പോൾ പ്രോപ്പറായിട്ട് ആ ഒരു എക്കോസിസ്റ്റം എന്ത് ചെയ്യില്ല, വർക്ക് ചെയ്യില്ല. അതുപോലെ തന്നെ ഹെവി മെറ്റൽസും റേഡിയോ ആക്റ്റീവ് വേസ്റ്റൊക്കെ ഫിഷുകളുടെയൊക്കെ ഉള്ളിലോട്ട് എത്തിച്ചേരും അല്ലേ. പിന്നീട് നമ്മൾ അതിനെ കൺസ്യൂം ചെയ്യും. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ലൈഫിനും അതെന്താണ്, അത് ഹാംഫുൾ ആണ് അല്ലേ. അതുപോലെ ഓയിൽസ് നോക്കുകയാണെങ്കിൽ ബേർഡ്സിൻ്റെയും മാമൽസിൻ്റെയും ഒക്കെ ഫറിലൊക്കെ പെറ്റി പിടിച്ചിട്ട് അവരുടെ മൂവ്മെൻറ്റിനെ, പ്രോപ്പറായിട്ടുള്ള മൂവ്മെൻറ്റിനെ എന്ത് ചെയ്യും, ബാധിക്കുകയും അവർ ഒന്നല്ലെങ്കിൽ അവർ മരിച്ചു പോകും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അസുഖമാവും അല്ലേ, സിക്നെസ് ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അഡ്വേഴ്സ് എഫക്റ്റ് ആയിട്ട് വരുന്നത്. എങ്ങനെയാണ് നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക? ഓയിൽസ് നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാം അല്ലേ. മാക്സിമം 100% പോസിബിൾ അല്ലെങ്കിലും മാക്സിമം എന്ത് ചെയ്യാം, നമുക്ക് ഓയിൽസ് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്യാൻ പറ്റാത്ത കേസുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ബേൺ ചെയ്യാം. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഓയിൽ ഷിപ്പുകൾ ഡീപ്പിലോട്ട് എന്ത് ചെയ്യുക, സിങ്ക് ചെയ്യിപ്പിക്കാം. ഇമ്യൂൾസിഫൈ ഓയിൽ സ്റ്റിക്സ്, അതുപോലെ സ്റ്റോപ്പ് സീവേജ് ഡിസ്ചാർജ് അറ്റ് സോഴ്സ്, സ്ട്രിക്റ്റ് ലോ എൻഫോഴ്സ്മെൻറ്റിലൂടെയൊക്കെ നമുക്ക് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും, മറൈൻ പൊല്യൂഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് വരുന്നത് നോയ്സ് പൊല്യൂഷനാണ്. നോയ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അൺവാണ്ടഡ് ഹൈ ഇൻറ്റൻസിറ്റി സൗണ്ട് വിച്ച് കോസസ് അനോയൻസ്, ഹിയറിംഗ് ലോസ് ആൻഡ് അതർ ഹെൽത്ത് ഇഷ്യൂസ്. നാച്ചുറൽ സോഴ്സസ് ഓഫ് നോയ്സ് പൊല്യൂഷൻ ഏതൊക്കെയാണ് വരുന്നത്? തണ്ടർ, സ്റ്റോംസ്, റെയിൻഫോൾ ഒക്കെ അതിന് എക്സാമ്പിൾ ആണ് അല്ലേ. ഇനി മാൻമെയ്ഡ് സോഴ്സസ് ആണെങ്കിൽ ട്രാൻസ്പോർട്ട് സോഴ്സ്, കൺസ്ട്രക്ഷൻ വർക്ക്, ഇൻഡസ്ട്രിയൽ മെഷീനറി, ലൗഡ് സ്പീക്കേഴ്സ്, ഫെസ്റ്റിവൽസ്, ക്രാക്കേഴ്സ് ഒക്കെ മാൻമെയ്ഡ് നോയ്സ് പൊല്യൂഷന് എക്സാമ്പിളാണ്. ഇനി എങ്ങനെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്? ഹിയറിംഗ് ലോസ് ഉണ്ടാവും അല്ലേ. ചിലപ്പോൾ ടെമ്പററി ഹിയറിംഗ് ലോസ് ആയിരിക്കും, ചിലപ്പോൾ പെർമനൻറ്റ് ഹിയറിംഗ് ലോസ് ആയിരിക്കും. അതുപോലെ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ കോൺസെൻട്രേഷൻ, നമുക്കൊരു ഭയങ്കര സൗണ്ടുള്ള ഒരു സ്ഥലത്തിരുന്ന് പഠിച്ചാൽ നമുക്ക് എന്തെങ്കിലും മനസ്സിലാവോ? ഇല്ല അല്ലേ. അത് നമ്മുടെ കോൺസെൻട്രേഷനെയും അതുപോലെ കമ്മ്യൂണിക്കേഷനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്,
നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ടൈം ഇങ്ങനെ ഹെവി ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ നോസ് ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ, ഹൈ ഇൻറ്റൻസിറ്റി ഉള്ള നോസ് കേട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നമ്മുടെ ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഉണ്ടാവാം അല്ലേ. ഏതൊക്കെയാ, BP ഇൻക്രീസ് ചെയ്യാം, മസിൽ ടെൻഷൻസ് ഉണ്ടായിരിക്കാം, സ്ട്രെസ് ഉണ്ടാവാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി ഓവർ ലെവലിൽ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തളർച്ച ഉണ്ടാവാം, നമ്മുടെ വർക്ക് എഫിഷ്യൻസിനെയൊക്കെ അത് നെഗറ്റീവായിട്ട് ബാധിക്കാം അല്ലേ. ഓരോ പെർട്ടിക്കുലർ ഏരിയക്കും ഒരു പെർട്ടിക്കുലർ നോയ്സ് ലിമിറ്റ് ഉണ്ട്. റെസിഡൻഷ്യൽ ഏരിയയിലാണെങ്കിൽ 55 ഡെസിബിൾ ആണ് വരുന്നത്. 55 ഡെസിബിൾ ഡേ ടൈമിലും 45 ഡെസിബിൾ നൈറ്റ് ടൈമിലുമാണ് WHO സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള റെസിഡൻഷ്യൽ ഏരിയയിലുള്ള സൗണ്ട് ലിമിറ്റ്. മുംബൈയിലൊക്കെ അത് എന്താണ് 55 ഡെസിബിൾ വരേണ്ടടുത്ത് നോൺ ഫെസ്റ്റീവ് സീസണിൽ അത് 70 ഡെസിബിളും ഇനി ഫെസ്റ്റിവൽ സീസണൊക്കെ ആണെങ്കിൽ അത് 90 ഡെസിബിളും ആണ് വരുന്നത്. ഈ ഡെസിബിളിനേക്കാളും കൂടുതലുള്ള സൗണ്ട് ഒരുപാട് സമയം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കേട്ടിരുന്നാൽ അത് എന്ത് ചെയ്യും, ഡേഞ്ചർ ആവണം അല്ലേ. അതായത് ഹിയറിംഗ് ലോസ് പോലെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ നയിക്കാം. കൺട്രോൾ ചെയ്യാം. എങ്ങനെയാണ് നമുക്ക് നോയ്സ് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക? ഒന്നല്ലെങ്കിൽ നമുക്ക് സോഴ്സിൽ കൺട്രോൾ ചെയ്യാം അല്ലേ. സോഴ്സിൽ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക? ഇപ്പോൾ ബസ്സിലൊക്കെ എന്ത് ചെയ്യാം, സൈലൻസർ പിടിപ്പിക്കാം. അതുപോലെ ആ മെഷീൻസിൻ്റെയൊക്കെ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുന്ന മെഷീൻസിൻ്റെയൊക്കെ റീഡിസൈൻ ചെയ്യാം അല്ലേ. അങ്ങനെയൊക്കെ നമുക്ക് സോഴ്സ് കൺട്രോളിലൂടെ നോയ്സ് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ നമുക്ക് ട്രാൻസ്മിഷൻ കൺട്രോൾ ചെയ്യാം അല്ലേ. ട്രാൻസ്മിഷനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. എങ്ങനെയാണ്, സൗണ്ട് അബ്സോർബ് ചെയ്യുന്ന വാളുകൾ, ബാരിയേഴ്സൊക്കെ ഉണ്ടാക്കുന്നതിലൂടെ നമുക്ക് ട്രാൻസ്മിഷൻ കൺട്രോൾ ത്രൂവും എന്ത് ചെയ്യാം, നോയ്സ് പൊല്യൂഷൻ അവോയ്ഡ് ചെയ്യാം. ഇനി പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഉണ്ട് അല്ലേ. അതായത് നമുക്ക് എന്ത് ചെയ്യാം, പേഴ്സണലി നമുക്ക് ഹൈ ഇൻറ്റൻസിറ്റി സൗണ്ട് നമ്മുടെ ചെവികളിലോട്ട് എത്തുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. എങ്ങനെയാണ്, എയർ പ്ലഗ് വെക്കാം, അതുപോലെ എയർ മഫ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പേഴ്സണൽ പ്രൊട്ടക്ഷൻ ചെയ്യാം. അല്ലെങ്കിൽ പ്ലാന്റേഷനിലെ ട്രീസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പരിധി വരെ നോയ്സ് പൊല്യൂഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലോസിലൂടെ കൊണ്ടുവരാം അല്ലേ. അതായത് ഭയങ്കരമായിട്ട് ഫൈനൊക്കെ കൊടുക്കുന്ന രീതിക്ക് ചെയ്താലും ഒരു പരിധി വരെ ആളുകൾ ബോധേഡായിരിക്കും. കയ്യിൽ നിന്ന് വാശി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ കുറക്കൂലേ. അപ്പം അങ്ങനെ ലോസുകൾ, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലോസുകളിലൂടെയും നമുക്കൊരു പരിധി വരെ കൺട്രോൾ ചെയ്യാം. മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ പബ്ലിക്കിനെ അവയർനെസ് പ്രൊവൈഡ് ചെയ്യാം. അതിലൂടെ മാത്രമേ നമുക്ക് നോയ്സ് പൊല്യൂഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ് വരുന്നത് തേർമൽ പൊല്യൂഷനാണ്. തേർമൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഹോട്ട് വാട്ടർ ഓർ എഫ്ലുവൻറ്റ് ഫ്രം ഇൻഡസ്ട്രീസ് ആൻഡ് പവർ പ്ലാന്റ് ഹാം അക്വാട്ടിക് ആൻഡ് ടെറസ്ട്രിയൽ ലൈഫ് അല്ലേ. നമുക്കറിയാം ഒരു പരിധി വരെയുള്ള ഇൻഡസ്ട്രീസുകളിലൊക്കെ വാട്ടറാണ് കൂളൻ്റായിട്ട് യൂസ് ചെയ്യുന്നത് അല്ലേ. ഇങ്ങനെ കൂളൻ്റായി യൂസ് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ആ ഹോട്ട് വാട്ടർ ഡയറക്റ്റ്ലി എന്ത് ചെയ്യാണ്, ഇങ്ങനെയുള്ള അക്വാട്ടിക് ബോഡീസിലോട്ട് നമ്മൾ ഡംപ് ചെയ്യാണ്. അപ്പോൾ എന്താ പ്രശ്നം, അത് വാട്ടറാണ്, പക്ഷേ ടെമ്പറേച്ചർ കൂടുതലുള്ള വാട്ടറാണ് അല്ലേ. അത് അക്വാട്ടിക് ലൈഫിൻ്റെ നോർമൽ അവർക്ക് താങ്ങാൻ പറ്റുന്ന ഒരു ടെമ്പറേച്ചർ ഉണ്ട്. അതിൽ കൂടുതൽ അവരുടെ ബോഡിയിലോട്ട് എത്തിച്ചേർന്നാൽ അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന ഒരു എക്കോ സിസ്റ്റത്തിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അത് അക്വാട്ടിക് ആൻഡ് ടെറസ്ട്രിയൽ ലൈഫിനെയൊക്കെ എന്ത് ചെയ്യാം, ബാധിക്കുക അല്ലേ. എങ്ങനെ, ഏതൊക്കെയാണ് മേജർ സോഴ്സസ് വരുന്നത്, ആറ്റോമിക് പവർ പ്ലാന്റ് ഉണ്ട്, കോൾ ഫയർഡ് പവർ പ്ലാന്റ്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്, ഇൻഡസ്ട്രിയൽ എഫ്ലുവൻറ്റ്, ഡൊമസ്റ്റിക് സീവേജ് ഒക്കെ തേർമൽ പൊല്യൂഷൻ്റെ സോഴ്സുകളായിട്ട് വരുന്നുണ്ട്. ഈ അഡ്വേഴ്സ് എഫക്റ്റ് ആയിട്ട് വരുന്നത്, ഹോട്ട് വാട്ടർ റെഡ്യൂസസ് ഓക്സിജൻ ഹാമിങ് അക്വാട്ടിക് ലൈഫ്. അതായത് ആ ഒരു വെള്ളത്തിലുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ എമൗണ്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്, റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വാട്ടറിന് ചില പ്രോപ്പർട്ടി ഉണ്ട് അല്ലേ, സോലുബിലിറ്റി, ഡെൻസിറ്റി, അങ്ങനെയുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസായിട്ട് അഡാപ്റ്റഡ് ആയിട്ടാണ് നമ്മുടെ അക്വാട്ടിക് ലൈഫുകളൊക്കെ ഉള്ളത് അല്ലേ. അങ്ങനെയുള്ള പ്രോപ്പർട്ടികളെയൊക്കെ ഇതെന്ത് ചെയ്യും, ആൾട്ടർ ചെയ്യും അല്ലേ. അതുപോലെ തന്നെ ഇതൊരു ബയോളജിക്കൽ ഇൻ്റർഫറൻസ് ആയിട്ടും നിൽക്കുന്നുണ്ട് അല്ലേ. എങ്ങനെയാണ്, പ്രോപ്പറായിട്ടുള്ള മെറ്റബോളിസം നടക്കാണ്ടാവുക, റീപ്രൊഡക്ഷൻ പ്രോസസ്സ് ഒന്നും പ്രോപ്പറായിട്ട് നടക്കാണ്ട്, അതുപോലെ സ്വാനിങ്, സർവൈവലൊക്കെ എന്ത് ചെയ്യുക, അത് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുക. അങ്ങനെ അതൊരു ബയോളജിക്കൽ ഇൻ്റർഫറൻസും എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാക്കുന്നുണ്ട്. ഇതുകൂടാതെ വാം വാട്ടറിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഹാംഫുൾ ബാക്ടീരിയാസും സ്പീഷീസും ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ. അക്വാട്ടിക് ബോഡീസിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഇങ്ങനെയുള്ള ഡിസ്ട്രക്റ്റീവ് ഓർഗാനിസങ്ങൾ കൂടുതലായിട്ട് ആ ഒരു അക്വാട്ടിക് ബോഡിയിൽ വളരാൻ വേണ്ടിയിട്ട് തുടങ്ങും അല്ലേ. അതുപോലെ തന്നെ ആൽഗൽ ബ്ലൂംസിനും അത് കാരണമാകുന്നുണ്ട് അല്ലേ. എങ്ങനെയാണ് അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക, ഇങ്ങനെ ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെ ഡംപ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു വാട്ടർ എന്ത് ചെയ്യുക, നമ്മളൊന്ന് കൂൾ ചെയ്യാനുള്ള ഒരു പ്ലേസ്, തുറസായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്ലേസിലോട്ടൊക്കെ മാറ്റി വെച്ചിട്ട് അതൊന്ന് കൂളായതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, നമ്മളിങ്ങനെയുള്ള അക്വാട്ടിക് ബോഡീസിലോട്ട് അതെന്ത് ചെയ്യുക, ഒഴുക്കി വിടാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് കൂളിംഗ് ടവേഴ്സ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു ഹോട്ട് വാട്ടർ നമുക്ക് പവർ ജനറേറ്റിംഗ് യൂണിറ്റുകളിലോട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള രീതിക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തേർമൽ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് വരുന്നത് റേഡിയേഷൻ പൊല്യൂഷനാണ്. റേഡിയേഷൻ പൊല്യൂഷൻ മീൻസ് ഹാംഫുൾ റേഡിയേഷൻ ഫ്രം ന്യൂക്ലിയർ പ്ലാന്റ്സ്, വെപ്പൺ ടെസ്റ്റ് ആൻഡ് മെഡിക്കൽ യൂസ്. സോഴ്സസ് ആയിട്ട് വരുന്നത് നാച്ചുറൽ സോഴ്സസ് ആണെങ്കിൽ റേഡിയോ ആക്റ്റീവ് മിനറൽസ് ഇൻ സോയിൽ ഓർ കോസ്മിക് റേസ്, മാൻമെയ്ഡ് ആണെങ്കിൽ മെക്കാനിക്കൽ എക്സ്റേസ് ആൻഡ് സ്കാൻസ്, ന്യൂക്ലിയർ പവർ പ്ലാന്റ്, ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റ് ഒക്കെ മാൻമെയ്ഡ് റേഡിയേഷൻ പൊല്യൂഷൻ എക്സാമ്പിളാണ്. ഇനി ഇതിൻ്റെ എഫക്റ്റുകൾ എന്തൊക്കെയാണ് വരുന്നത്,
നമുക്കറിയാമല്ലേ റേഡിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ DNA തന്നെ ഓൾട്ടർ ചെയ്യാൻ ക്യാപ്പബിലിറ്റി ഉള്ളതാണ് അല്ലേ. അപ്പോൾ ഡയറക്റ്റ് എഫക്റ്റുകളിൽ നോക്കുകയാണെങ്കിൽ DNA ഡാമേജ് ചെയ്യുന്നുണ്ട്. ഇൻഡയറക്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഹാംഫുൾ ആയിട്ടുള്ള ഫ്രീ റാഡിക്കൽസ് ഫോർമേഷനും അതുപോലെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആ ഒരു പേഴ്സണ് അനീമിയ അതുപോലെ ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ജനറ്റിക് വേസ് നോക്കുകയാണെങ്കിൽ മ്യൂട്ടേഷനൊക്കെ ഉണ്ടാവാനും അത് ഫ്യൂച്ചർ ജനറേഷനെ അഫക്റ്റ് ചെയ്യാനും വരെ കാരണമാകും. നെക്സ്റ്റ് റേഡിയേഷൻ്റെ ഡോസും അതെങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക? ന്യൂക്ലിയർ പ്ലാന്റുകളൊക്കെ ഗ്രാജുവലി റെഡ്യൂസ് ചെയ്യുന്നതിലൂടെയും റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകളൊക്കെ സ്റ്റോർ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് സേഫ്റ്റി മെഷേഴ്സൊക്കെ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുവരുന്നതിലൂടെയും അതുപോലെ മൾട്ടി ലെവൽ സേഫ്റ്റി സിസ്റ്റം ഒക്കെ യൂസ് ചെയ്യുന്നതിലൂടെയും നമുക്ക് എമിഷൻ ന്യൂക്ലിയർ വേസ്റ്റിൻ്റെ റേഡിയേഷൻ വേസ്റ്റിൻ്റെ എമിഷൻ അത്രത്തോളം പ്രിവെൻറ്റ് ചെയ്യുന്നതിലൂടെയൊക്കെ മാത്രമേ റേഡിയേഷൻ പൊല്യൂഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് പൊല്യൂഷനാണ്. ലൈറ്റ് പൊല്യൂഷൻ ഈസ് എക്സസീവ്, മിസ്ഡയറക്റ്റഡ് ഓർ ഇൻട്രൂസീവ് ആർട്ടിഫിഷ്യൽ ലൈറ്റ് ദാറ്റ് ചേഞ്ചസ് നാച്ചുറൽ ലൈറ്റ് ലെവൽ ആൻഡ് ഹാം ദ എൻവയോൺമെൻറ്റ്, വൈൽഡ് ലൈഫ് ആൻഡ് ഹ്യൂമൻ ഹെൽത്ത്. എന്തൊക്കെയാണ് അതിൻ്റെ സോഴ്സസ് വരുന്നത്? ബിൽഡിങ്ങിൽ നിന്നുള്ള ലൈറ്റ്സുകൾ, അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സയൻസ് ബോർഡുകളിൽ നിന്നുള്ള ലൈറ്റുകൾ, സ്പോർട്ടിംഗ് വെന്യൂ അല്ലെങ്കിൽ സിനിമ ഷൂട്ടിൽ നിന്നൊക്കെ ഉള്ള ഇങ്ങനെയുള്ള ഏരിയാസുകളിൽ നിന്നൊക്കെ ഉള്ള ലൈറ്റ്, എക്സസീവ് ആയിട്ടുള്ള ലൈറ്റ്, അതുപോലെ ഓഫീസ്, ഫാക്ടറി, സ്ട്രീറ്റ് ലൈറ്റിങ്ങിൽ നിന്നൊക്കെ ഉള്ള ലൈറ്റ്. ഇതൊക്കെ എന്താ, അതായത് എക്സസീവ് ആയിട്ടുള്ള ഏത് ലൈറ്റിനെയും നമുക്ക് എന്ത് ചെയ്യാം, ലൈറ്റ് പൊല്യൂഷൻ്റെ സോഴ്സസ് ആയിട്ട് പറയാം. എഫക്റ്റുകൾ എന്തൊക്കെയാണ് വരുന്നത്? നമ്മുടെ അസ്ട്രോണമീനെ അത് ബാധിക്കില്ലേ, അതായത് നമ്മുടെ ചുറ്റുപാടിലും ഓവറായിട്ട് ഇങ്ങനെ ലൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് സ്റ്റാർസിനെ ഒന്നും ഒബ്സർവ് ചെയ്യാനൊന്നും പറ്റില്ല അല്ലേ. അതുപോലെ തന്നെ അത് എക്കോ സിസ്റ്റത്തിനെയും വൈൽഡ് ലൈഫിനെയും ഒക്കെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് നൈറ്റ് നടക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പ്ലാന്റ്സിൻ്റെ ലൈഫിലായാലും ഹ്യൂമൻസിൻ്റെ ലൈഫിലായാലും ഒക്കെ നൈറ്റ് നടക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനെയൊക്കെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്ലീപ്പ് പ്രോബ്ലംസ്, ഇറിറ്റേഷൻ, ഫാറ്റിക് ഒക്കെ അതിന് കാരണമാകുന്നുണ്ട്. പോരാത്തതിന് ഇങ്ങനെ എക്സസ് ആയിട്ട് നമ്മൾ അഡ്വർടൈസ്മെൻറ്റിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുമ്പോൾ, ലൈറ്റ് യൂസ് ചെയ്യുമ്പോൾ അത് വേസ്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ് അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് എഫക്റ്റിൻ്റെ അണ്ടറിൽ വരുന്നത്. ടൈപ്പ് ഓഫ് ലൈറ്റ് പൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ ലൈറ്റ് ട്രിപ്പാസ് ഉണ്ട്. അതായത് അൺവാണ്ടഡ് ആയിട്ടുള്ള ലൈറ്റ് നമ്മുടെ ഹോംസിലോട്ടോ പ്രോപ്പർട്ടീസിലോട്ടൊക്കെ വരുമ്പോഴാണ് നമ്മളതിനെ ലൈറ്റ് ട്രിപ്പാസ് എന്ന് പറയുക. ഓവർ ഇലുമിനേഷൻ ഉണ്ട്, അതായത് എക്സസ് യൂസ് ഓഫ് ലൈറ്റ് അല്ലേ. ഓവർ ഗ്ലെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നല്ല ലൈറ്റിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സമയത്തോട്ട് നമുക്ക് വിഷൻ ഒരു പ്രോബ്ലം ആയിട്ട് വരാറില്ലേ, പ്രോപ്പറായിട്ട് വിഷൻ കാണാത്തൊരു അവസ്ഥ വരാറില്ലേ, അതിനെയാണ് നമ്മൾ ഗ്ലയർ എന്ന് പറയാം. ഇനി ലൈറ്റ് ക്ലട്ടർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഡിസ്ട്രാക്ഷൻ, നമ്മുടെ ലൈറ്റ് ക്ലട്ടർ എന്ന് പറഞ്ഞാൽ എക്സസ് ഗ്രൂപ്പിംഗ് ഓഫ് ലൈറ്റ് കോസിങ് ഡിസ്ട്രാക്ഷനാണ്. ഇനി സ്കൈ ഗ്ലോ എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഒരു ഓവറായിട്ടുള്ള സിറ്റീസിലൊക്കെ ഇങ്ങനെ ഓവറായിട്ട് ഗ്ലോ ചെയ്യുന്നതുകൊണ്ട് തന്നെ നൈറ്റ് സ്കൈ വിസിബിലിറ്റിനെ അത് പ്രിവെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ നൈറ്റ് സ്കൈ വിസിബിലിറ്റിനെ പ്രിവെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോഴാണ് നമ്മൾ സ്കൈ ഗ്ലോ എന്ന് പറയാം. എങ്ങനെ ഇത് കുറക്കാൻ പറ്റുക? നമുക്ക് ടൈമേഴ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സെൻസേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ലൈറ്റ് ഡിസൈൻസുകൾ ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു ടൈമിൽ അതെന്ത് ചെയ്യും, ഓഫ് ആവും. ആ ഒരു ഫോർമാറ്റിലോട്ട് മാറ്റുക. അത് ഓവർ ലൈറ്റിങ് അവോയ്ഡ് ചെയ്യുക, യൂസ് ഓഫ് എനർജി എഫിഷ്യൻസ് ലാമ്പിലൂടെയൊക്കെ നമുക്ക് ലൈറ്റ് പൊല്യൂഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് വരുന്നത് സോളിഡ് വേസ്റ്റ് പൊല്യൂഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. എന്താ സോളിഡ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ? എ സോളിഡ് വേസ്റ്റ് ഈസ് എൻ അൺവാണ്ടഡ് മെറ്റീരിയൽ ലെഫ്റ്റ് ആഫ്റ്റർ യൂസ് ലൈക്ക് ന്യൂസ് പേപ്പർ, ബോട്ടിൽ, പ്ലാസ്റ്റിക് ബാഗ്, പാക്കേജിങ് ആൻഡ് ഗാർബേജ്. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേസ്റ്റായിട്ട് ഒഴിവാക്കുന്ന സംഭവങ്ങളില്ലേ, അതിനെയാണ് സോളിഡ് വേസ്റ്റ് എന്ന് പറയാം. കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ ഇങ്ങനെയുള്ള വേസ്റ്റുകൾ ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ബിഗ്ഗസ്റ്റ് ചലഞ്ച് തന്നെയാണ് അല്ലേ നമ്മൾ ഫേസ് ചെയ്യുന്നത്. ഇനി ഏതൊക്കെയാണ് സോളിഡ് വേസ്റ്റിൻ്റെ സോഴ്സസ്? രണ്ട് രീതിക്ക് വരാം അല്ലേ. ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്ത്, ഇപ്പോൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ മെറ്റീരിയൽ അല്ലെങ്കിൽ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നിടത്ത് കുറച്ച് വേസ്റ്റുകൾ ഉണ്ടാവാം, അതാണ് പ്രൊഡക്ഷൻ സെൻറ്റർ എന്ന് പറയുന്നത്. സോഴ്സ് ഓഫ് സോളിഡ് വേസ്റ്റിൽ പ്രൊഡക്ഷൻ സെൻറ്ററുകളിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ കൺസംഷൻ സെൻറ്റർ ആഫ്റ്റർ യൂസ് അല്ലേ, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം വലിച്ചെറിയുന്ന ഫോർമാറ്റിൽ, അങ്ങനെയും സോളിഡ് വേസ്റ്റുകൾ ഉണ്ടാവാം. നമുക്ക് സോഴ്സസ് ഓഫ് സോളിഡ് വേസ്റ്റ് നോക്കാം. ഡൊമസ്റ്റിക് വേസ്റ്റ് വരുന്നുണ്ട് അല്ലേ, ഫുഡ് സ്ക്രാപ്പ്, ബോട്ടിൽ, പേപ്പർ, പ്ലാസ്റ്റിക് ബാഗ്, ഓൾഡ് ക്ലോത്ത്, റാപ്പേഴ്സ്, ഫ്രൂട്ട് പീൽസൊക്കെ ഡൊമസ്റ്റിക് വേസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഇനി മുനിസിപ്പൽ വേസ്റ്റ് ഉണ്ട് അല്ലേ, വേസ്റ്റ് ഫ്രം ഹോംസ്, ഷോപ്സ്, മാർക്കറ്റ്, ഗാർഡൻ, അതൊക്കെ മുനിസിപ്പൽ വേസ്റ്റ് ആണ്. കൺസ്ട്രക്ഷൻ വേസ്റ്റ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, അഗ്രികൾച്ചറൽ വേസ്റ്റ്, മൈനിങ് വേസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. സോളിഡ് വേസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ്: piles up in street, roads and spread diseases, pollutes air, water and soil. Some waste is dangerous, toxic ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും ചില വേസ്റ്റിൽ അല്ലേ. അത് ചെയ്യുന്ന പ്രോബ്ലം എന്താ, പ്രോപ്പറായിട്ടുള്ള ഒരു ഡിസ്പോസൽ മെത്തേഡ്സ് നമ്മുടെ കയ്യിലില്ല എന്നുള്ളതാണ് അല്ലേ. നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാനും മാനേജ് ചെയ്യാൻ പറ്റുക. മെത്തേഡ് ഓപ്പൺ ഡംപിങ് ആണ് അല്ലേ, അത് ചീപ്പായിട്ടുള്ള മെത്തേഡാണ്, പക്ഷെ അതെന്ത് ചെയ്യുന്നുണ്ട്, സറൗണ്ടിങ്സിനെ പൊല്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് സാനിറ്ററി ലാൻഡ്സ് ഫില്ല് ചെയ്യാം, അത്
ഇൻസിനറേഷൻ ത്രൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേസ്റ്റ് മാനേജ് ചെയ്യാൻ പറ്റില്ല. ഇൻസിനറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള സീൽഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ടാങ്കിൽ വെച്ചിട്ട് നമ്മൾ വേസ്റ്റിനെ ബേൺ ചെയ്തെടുക്കുക അല്ലേ. എന്നിട്ട് ആ ബേൺ ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ടെമ്പറേച്ചർ യൂസ് ചെയ്തിട്ട് നമ്മൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യുക. അങ്ങനെ എഫക്റ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വേസ്റ്റിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഇൻസിനറേഷൻ എന്ന് പറഞ്ഞ മെത്തേഡ്. ഇനി കമ്പോസ്റ്റിംഗ് അല്ലേ, അതായത് ഓർഗാനിക് വേസ്റ്റുകളാണുള്ളത്. ഓർഗാനിക് സോളിഡ് വേസ്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, കമ്പോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഓർഗാനിക് വേസ്റ്റുകളെ മാനുവർ ആക്കിയിട്ട് മാറ്റുന്ന ഒരു പ്രോസസ്സിനെ അല്ലേ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റീസൈക്കിൾ ചെയ്യാം അല്ലേ. നമുക്ക് റീസൈക്കിൾ, റീയൂസ്, പ്രീസൈക്ലിംഗ് മെത്തേഡുകളിലൂടെയൊക്കെ സോളിഡ് വേസ്റ്റിനെ ഒരു പരിധി വരെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ജാസ് കണ്ടെയ്നേഴ്സൊക്കെ റീയൂസ് ചെയ്യുക. അതുപോലെ ബയോഡിഗ്രേഡബിളും നോൺ ബയോഡിഗ്രേഡബിളിനെയും സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം ബയോഡിഗ്രേഡബിൾ നമുക്ക് എന്ത് ചെയ്യാം, കമ്പോസ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നോൺ ബയോഡിഗ്രേഡബിൾ ആണെങ്കിൽ ഒന്നല്ലെങ്കിൽ റീസൈക്ലിങ്ങിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാവുന്നതാണ് അല്ലേ. അതുപോലെ തന്നെ എന്താ, റോഡ് സൈഡിലൊക്കെ ഡംപ് ചെയ്യുന്നത് റിഡ്യൂസ് ചെയ്യുക. ഇനി ഓരോ വീടുകളിലും കമ്പോസ്റ്റ് കിച്ചണുകൾ ഉണ്ടാക്കുക. അങ്ങനെയുള്ള മെത്തേഡുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ആസ് എൻ ഇൻഡിവിജ്വൽ നമുക്ക് മാക്സിമം സോളിഡ് വേസ്റ്റ് പൊല്യൂഷനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ എന്ന പേപ്പറിലെ ചാപ്റ്റർ 3 സെക്കൻഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. എന്താ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരുപാട് കേൾക്കുന്ന വേർഡ്സുകളാണ് അല്ലേ, ഹസാർഡ്സ്, ഡിസാസ്റ്റർ എന്നൊക്കെ. എന്താ അത് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം അല്ലേ. എൻവയോൺമെൻറ്റൽ ഹസാർഡ്സ്, those extreme events caused by natural process or man activity which exceed the tolerable magnitude within or beyond certain time limit, make adjustment difficult, result in loss of property and lives. The intensity of environmental disaster are assessed in terms of damage done to the human society. Okay. അപ്പോൾ എന്താ ഈ എൻവയോൺമെൻറ്റൽ ഹസാർഡ്സും ഡിസാസ്റ്ററും തമ്മിലുള്ള ഡിഫറൻസ്? ഹസാർഡ്സ് എന്ന് പറഞ്ഞാൽ അപകടം എന്നൊക്കെ പറയാം. ഓക്കെ, അതായത് ഒരു പൊട്ടൻഷ്യൽ ഡേഞ്ചറിനെയാണ് നമ്മൾ ഹസാർഡ്സ് എന്ന് പറയാം. ഇപ്പം നമ്മൾ പറയില്ലേ, വയനാട്ടിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സമയത്ത് ആ ലാൻഡ് സ്ലൈഡ് നടക്കുന്നത് വരെ അതൊരു ഹസാർഡാണ്. അതായത് എന്താ, നമുക്കറിയാം അവിടെ ഒരു അപകടം ഉണ്ട്, ഇങ്ങനെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, ഇങ്ങനെ എന്ത് ചെയ്യാം, അത് ഹ്യൂമൻസിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ അതെന്താണ്, ഹസാർഡ്സ് ആണ്. ഹസാർഡ്സ് എന്ത് ചെയ്യാം, ഹസാർഡ്സ് ക്യാൻ ബി പ്രിവെൻറ്റഡ്. ഓക്കെ, അല്ലെങ്കിൽ ഹസാർഡ്സിൻ്റെ എഫക്റ്റുകൾ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഹസാർഡ്സ്, അതായത് ഇങ്ങനെയുള്ള അപകട മേഖലകളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ജനങ്ങളെ മാറ്റി പാർപ്പിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ അതിൻ്റെ റിസ്ക് എലമെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക, ആ ഒരു റേഞ്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ ദുരന്തം എന്നൊക്കെ പറയാം അല്ലേ. ഡിസാസ്റ്റർ വെൻ ഹസാർഡ് കോസ് സിഗ്നിഫിക്കൻറ്റ് ഡാമേജ് ടു ഹ്യൂമൻ ലൈഫ് എന്ന് പറയാം. അതായത് ഹ്യൂമൻ ലൈഫിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലംസ് അല്ലെങ്കിൽ ഒരു ഡേഞ്ചർ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുക, അത് ദുരന്തമായിട്ട് മാറുക അല്ലേ. അപ്പോൾ നമ്മളൊരു ഫ്ലോ ചാർട്ട് പോലെ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് വരിക, ഡിസ്റ്റർബൻസ് ഇൻ എക്കോളജിക്കൽ ബാലൻസ്, എൻവയോൺമെൻറ്റൽ സ്ട്രെസ്, എൻവയോൺമെൻറ്റൽ ഹസാർഡ്സ്, എൻവയോൺമെൻറ്റൽ ഡിസാസ്റ്റർ അല്ലേ. അപ്പോൾ നമ്മളൊരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒരു സൈക്ലോൺ എടുക്കുകയെന്ന് വിചാരിക്കുക, സീയിൽ ഫോം ചെയ്തൊരു സൈക്ലോൺ എടുക്കുക. ഫസ്റ്റ് എന്ത് ചെയ്തു, ആ ഒരു സീ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഏരിയയിൽ എക്കോളജിക്കൽ ബാലൻസിന് ഡിസ്റ്റർബൻസ് വന്നു. അത് അവിടെ ഒരു എൻവയോൺമെൻറ്റൽ സ്ട്രെസ്സിന് കാരണമായില്ലേ. അങ്ങനെ സൈക്ലോൺ ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സൈക്ലോൺ ഫോം ചെയ്തിട്ടുണ്ട്, അത് തീരത്തോട്ട് വരാമെന്നുള്ള ഒരു അപകട സൂചന നമുക്കറിയാം അല്ലേ. ആ ഒരു സമയത്തൊക്കെ അതെന്താണ്, എൻവയോൺമെൻറ്റൽ ഹസാർഡ്സ് ആണ്. ഇനി അത് തീരത്തോട്ട് വന്ന് ഹ്യൂമൻ ലൈഫ്സിനെ അത് ഡാമേജ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമ്മളതിനെ എന്ത് പറയും, എൻവയോൺമെൻറ്റൽ ഡിസാസ്റ്റർ എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് ഹസാർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പൊട്ടൻഷ്യൽ ഡേഞ്ചറാണ്. ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പോഴാണോ ഹസാർഡ്സ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡേഞ്ചർ അല്ലെങ്കിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ലോസ് ഹ്യൂമൻ ലൈഫിൽ ഉണ്ടാക്കിയത്, അപ്പോഴാണ് നമ്മളതിനെ എന്ത് പറയാം, ഡിസാസ്റ്റർ എന്ന് പറയാം. ഇനി നമുക്ക് കുറച്ച് എൻവയോൺമെൻറ്റൽ ഹസാർഡ്സ് അല്ലെങ്കിൽ ഡിസാസ്റ്ററിനെ കുറിച്ചിട്ട് പഠിക്കാം അല്ലേ. ഫസ്റ്റ് വൺ, എർത്ത് ക്വേക്ക്. എർത്ത് ക്വേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, സഡൻ ഷേക്കിംഗ് ഓഫ് എർത്ത് സർഫസ് കോസ്ഡ് ബൈ റാപ്പിഡ് മൂവ്മെൻറ്റ് ഓഫ് റോക്ക് ലെയേഴ്സ് ഇൻ ദ ക്രസ്റ്റ്. സെസമിക് വേവ്സ് അല്ലെങ്കിൽ എർത്ത് ക്വേക്കിൻ്റെ വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫോക്കസിൽ നിന്നാണ്. ഓക്കെ, ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് എർത്ത് ക്വേക്ക് ഉണ്ടാകുന്നത്? സഡൻ മൂവ്മെൻറ്റ് ഓഫ് റോക്ക് സ്ട്രാറ്റ അലോങ് ഫോൾട്ട് ആൻഡ് വോൾക്കാനിക് ഇറപ്ഷൻ, ഡീപ്പ് വാട്ടർ ടേണിംഗ് ഇൻ ടു സ്ട്രീം, ആൻഡ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ലൈക്ക് ഡാം കൺസ്ട്രക്ഷൻ, അണ്ടർഗ്രൗണ്ട് ന്യൂക്ലിയർ ടെസ്റ്റ് ഒക്കെ എന്തിലോട്ട് നയിക്കാം, എർത്ത് ക്വേക്കിൻ്റെ റീസണിലോട്ട് നയിക്കാം. ഇനി എന്തൊക്കെ എഫക്റ്റുകളാണ് ഉണ്ടാവുക? ഡിസ്ട്രക്റ്റീവ് എഫക്റ്റുകൾ ഉണ്ടാവുക അല്ലേ. ലോസ് ഓഫ് ലൈഫ് പ്രോപ്പർട്ടി, ക്രാക്ക് ഇൻ ലാൻഡ്, റിവേഴ്സ് ചേഞ്ച് കോഴ്സ്
ആൻഡ് അതുപോലെ റെയിൽ ലൈൻസിനൊക്കെ എന്തെങ്കിലും ഡാമേജുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ഇനി അതിന് എർത്ത് കുറച്ച് ബെനിഫിഷ്യൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ബെനിഫിഷ്യൽ എഫക്റ്റുകളും കൂടെ ഉണ്ട്. എന്തൊക്കെയാണ് അത്? പുതിയ സ്പ്രിങ്ങുകൾ ഫോം ചെയ്യുക അല്ലേ, ഹോട്ട് സ്പ്രിങ്ങുകളൊക്കെ പുതുതായിട്ട് ഫോം ചെയ്യുക, അല്ലെങ്കിൽ ഫെർട്ടൈൻ പ്ലെയിൻസ് ഉണ്ടാവും. അതുപോലെ മിനറലൊക്കെ താഴെയുള്ള മിനറൽസൊക്കെ സർഫസിലോട്ട് കൊണ്ടുവന്നിട്ട് ഒന്നുകൂടെ ഫെർട്ടൈൽ ലാൻഡ്സ് ക്രിയേറ്റ് ചെയ്യൂലേ. അതുപോലെ പുതിയ ലേക്സുകൾ, ഹിൽസുകൾ, മൗണ്ടെയിൻസ് ഒക്കെ ഫോം ചെയ്യാനും ഈ എർത്ത് ഒരു കാരണമായി മാറാറുണ്ട്. ഇനി എന്തൊക്കെയാണ് വാർണിംഗ് സൈൻ വരുന്നത്? സീ വാട്ടർ മേ ബി എന്ത് ചെയ്യാം, ഉയരാം അല്ലേ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ക്രാക്സ് ഉണ്ടാവാം ഗ്രൗണ്ടിൽ. അതുപോലെ ഈ ഒരു ക്രാക്സിലൂടെ റെഡോൺ അല്ലെങ്കിൽ ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്യാം. അതുപോലെ ലൈറ്റ്സിൻ്റെയൊക്കെ ഫ്ലാഷസ്, ബിൽഡിങ്സിൻ്റെയൊക്കെ ഒരു വൈബ്രേഷനൊക്കെ ക്രിയേറ്റ് ചെയ്യാം അല്ലേ. പ്രിക്കോഷൻസാണ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക. ഒരു ഓപ്പൺ സ്പേസിലോട്ട് പോവുക. അതുപോലെ ടേബിളിൻ്റെ അല്ലെങ്കിൽ ഡോറിൻ്റെയൊക്കെ അടിയിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഷെൽട്ടർ ചെയ്യുക. അതുപോലെ ഷെൽട്ടർ അണ്ടർ ടേബിൾ ഓർ ഡോർ ലൈൻസ്. അതുപോലെ ഫയറൊക്കെ ഉണ്ടാകുന്നത് അവോയ്ഡ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിക്കോഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അതിൻ്റെ മെഷർമെൻറ്റ്, എർത്ത് മെഷർമെൻറ്റ് എടുക്കുന്നത് റിച്ചർ സ്കെയിലാണ്. എബോവ് 6 ആണ് മേജർ ഡാമേജ് ക്രിയേറ്റ് ചെയ്യുക. ഹാബിറ്റേഷൻസ് എന്തൊക്കെയാണ്? നമുക്ക് സെർച്ച് ആൻഡ് റെസ്ക്യൂ യൂസിങ് അക്കൗസ്റ്റിക് ഡിവൈസസ് ആൻഡ് ഇൻഫ്രാറെഡ് ക്യാമറാസ്, ഫസ്റ്റ് എയ്ഡ് ആൻഡ് മെഡിക്കൽ ക്യാമ്പ്സ്, പ്രൊവൈഡ് ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, യൂസ് സാറ്റലൈറ്റ് ഫോൺസ് ഫോർ കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ് വരുന്ന ഡിസാസ്റ്ററാണ് സുനാമി. സുനാമി എന്നുള്ള ആ ഒരു വേർഡ് തന്നിട്ടുള്ളത് ജപ്പാനീസ് വേർഡായിട്ടുള്ള സു, പോർട്ട് ആൻഡ് നാമി, വേവ് അറ്റാക്ക് എന്നുള്ള അതിൽ നിന്നാണ്. സുനാമീസ് ആർ ജയൻറ്റ് സീ വേവ്സ് 20 to 30 feet high that cause massive destruction along coast. മെയിൻ കോസസ് ആയിട്ട് വരുന്നത് സീയുടെയൊക്കെ അണ്ടറിൽ വരുന്ന എർത്ത് അതുപോലെ വോൾക്കാനിക് ഇറപ്ഷനൊക്കെയാണ് സുനാമിക്ക് കാരണമായിട്ട് മാറുന്നത്. സുനാമി വേവ്സ് ട്രാവൽ ചെയ്യുന്നത് 700 to 800 km/h അത് എർത്ത് ആ ഒരു ഫോക്കൽ ഏരിയയിൽ നിന്നും വേവ് ട്രാവൽ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു വേവിനെ മറ്റൊരു വേവ് ഫോളോ ചെയ്യുന്ന ഫോർമാറ്റിൽ മൾട്ടിപ്പിൾ വേവ്സ് ഫോം ചെയ്തിട്ട് അതെന്ത് ചെയ്യും, ഓവർ ടൈം അതിൻ്റെ ഇൻറ്റൻസിറ്റി റെഡ്യൂസ് ചെയ്ത് വരും. ഓക്കെ. സുനാമി ഇൻഫർമേഷൻ സെൻറ്റർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1965 by UNESCO in Honolulu, Hawaii, and work with the research center, universities and military to share tsunami related data, provide early warning to member countries and maintain global tsunami data library. ഇത്രയും കാര്യങ്ങളാണ് സുനാമി ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെ ആക്ടിവിറ്റീസ് ആയിട്ട് വരുന്നത്. ഒരു സുനാമി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക? ബിഫോർ സുനാമി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഡ്യൂറിങ് സുനാമി ആൻഡ് ആഫ്റ്റർ സുനാമി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബിഫോർ സുനാമി നമുക്ക് സുനാമി പ്രോൺ ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ഒരു ഏരിയയിൽ നിന്നും മാക്സിമം ലിവിങ് ഒക്കെ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. അതുപോലെ സേഫ് ആയിട്ടുള്ള ഒരു ഇവാക്വേഷൻ പ്രൊസീജിയർ ഫോളോ ചെയ്യുക. അതുപോലെ എസെൻഷ്യൽ ഐറ്റംസ് എന്തൊക്കെയാണ്, ഈ ഒരു ഇവാക്വേറ്റ് ചെയ്ത് പോകുമ്പോൾ എന്തൊക്കെ എസെൻഷ്യൽ എലമെൻറ്റ്സ് ആണ് നമ്മുടെ കയ്യിൽ വെക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കാം ബിഫോർ സുനാമിയിൽ. ഇനി സുനാമിയിൽ നമുക്ക് ഇൻഫോം ഫാമിലി മെമ്പേഴ്സ് ഇമ്മീഡിയറ്റ്ലി ഇഫ് വാർണിംഗ് ഈസ് റിസീവ്ഡ്. അതുപോലെ TV, ഓഡിയോ അങ്ങനെയുള്ള അലേർട്സുകളെ നമുക്ക് എന്ത് ചെയ്യാം, ഫോളോ ചെയ്തിട്ട് നമുക്ക് സേഫ് ആയിട്ടുള്ള ഒരു ഹൈ ഗ്രൗണ്ട് പ്ലേസുകളിൽ എത്തിച്ചേരാം അല്ലേ. ആഫ്റ്റർ സുനാമി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാസ് മീഡിയയിലൂടെ നമുക്ക് ഇൻഫർമേഷൻ എന്ത് ചെയ്യാം, കണ്ടിന്യൂസ് ആയിട്ട് ഗ്യാദർ ചെയ്യാം. അതുപോലെ ചെറിയ കുട്ടികളെയും പ്രായമായ ആളുകളെ, ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെയൊക്കെ ഹെൽപ്പ് ചെയ്യാം അല്ലേ, സേഫ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. അതുപോലെ ഡിസാസ്റ്ററുകളൊക്കെ നടക്കുന്ന സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യാം. അതുപോലെ മെഡിക്കൽ ഹെൽപ്പ് ആവശ്യമാണെങ്കിൽ മെഡിക്കൽ ഹെൽപ്പ് തേടാം. അതുപോലെ മൊബൈൽ ഫോൺസൊക്കെ എമർജൻസിയിൽ മാത്രം യൂസ് ചെയ്യാം അല്ലേ, കാരണം ചാർജിങ് ഒക്കെ കുറച്ച് ഡിഫിക്കൽറ്റി ആയിരിക്കും. അതുപോലെ ഫ്ലഡഡ് ആയിട്ടുള്ള ഏരിയാസുകളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഗവൺമെൻറ്റ്സിനെയും അതുപോലെ റെസ്ക്യൂ ഏജൻസീസും ഒക്കെ ആയിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലിവിങ്ങിലോട്ട് പോവാം അല്ലേ. എന്താ ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ അതൊരു സഡൻ മൂവ്മെൻറ്റ് ഓഫ് റോക്സ് ആൻഡ് സോയിൽസ് ആണ് അല്ലേ. ചെരിഞ്ഞ പ്രദേശങ്ങളിൽ റോക്സും സോയിൽസൊക്കെ ഒരുമിച്ച് താഴോട്ട് വരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ലാൻഡ് സ്ലൈഡ് എന്ന് പറയുക. എന്തൊക്കെയാണ് ലാൻഡ് സ്ലൈഡിന് കാരണമായിട്ട് മാറുന്നത്? ചെറിയ ചെറിയ എർത്ത്, അതുപോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള റെയിൻഫോൾസ് ആൻഡ് നമ്മൾ ഓവറായിട്ട് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസൊക്കെ ഈ സ്ലോപ്പിൽ വരുമ്പോൾ എന്ത് സംഭവിക്കും, ലോവർ ലാൻഡിലെ ഈ ഒരു സ്ലോപ്പിൻ്റെ അപ്പർ ലാൻഡിൽ നമ്മൾ കൺസ്ട്രക്ഷൻസ് കൊണ്ടുവന്നാൽ
അതിൻ്റെ തൊട്ട് താഴെയുള്ള ലോവർ ലാൻഡുകളിൽ അതൊരു പ്രഷർ ക്രിയേറ്റ് ചെയ്യുകയും അങ്ങനെ ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അല്ലേ. അതുപോലെ സോയിൽ ഇറോഷൻ ലാൻഡ് സ്ലൈഡിലോട്ട് നയിക്കുന്നുണ്ട്. എങ്ങനെയാണ് സോയിൽ ഇറോഷൻ ലാൻഡ് സ്ലൈഡിലോട്ട് നയിക്കുന്നത്? ഈ സോയിൽ ഇറോഷൻ്റെ സമയത്ത് ചില ക്യാവിറ്റികൾ പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെ എംറ്റി സ്പേസുകൾ പ്രൊഡ്യൂസ് ചെയ്യാം. പിന്നീട് അത് എന്തിലോട്ട് നയിക്കും? ലാൻഡ് സ്ലൈഡിലോട്ട് നയിക്കും. അതുപോലെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ലൈക്ക് ഡിഫോറസ്റ്റേഷൻ, ടണലിംഗ്, കട്ടിംഗ് സ്ലോപ്സ് ഫോർ റോഡ്സ് ഓർ റെയിൽവേ, ബിൽഡിംഗ് അപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഫാമിംഗ് ഓൺ ഹിൽ സ്ലോപ്സ് ഒക്കെ എന്തിനോട്ട് നയിക്കുന്നുണ്ട്? ലാൻഡ് സ്ലൈഡിന് കാരണമാകുന്നുണ്ട്. എങ്ങനെയാണ് നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക? സ്റ്റീപ്പായിട്ടുള്ള അല്ലെങ്കിൽ സ്ലോപ്സുകളിലൊക്കെ നമുക്ക് കൺസ്ട്രക്ഷൻസ് ബാൻ ചെയ്യാം. അതിൽ സ്ലോപ്പിൻ്റെ ബേസിൽ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള വാൾസുകൾ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എന്താ, സ്റ്റീപ്പ് ഓർ ഹിൽ സ്ലോപ്പുകളിൽ ഫാമിങ് എന്ത് ചെയ്യുക? അവോയ്ഡ് ചെയ്യുക. ആൻഡ് പ്രൊട്ടക്ട് വെജിറ്റേഷൻ അലോങ് ഹിൽ റോഡ്സ് ആൻഡ് അവോയ്ഡ് ഡിഫോറസ്റ്റേഷൻ. വോൾക്കാനോ എക്സ്പ്ലോഷൻ. എന്താ വോൾക്കാനോ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാമല്ലേ, നമ്മുടെ എർത്തിൻ്റെ അണ്ടറിൽ മാഗ്മ ഉണ്ട് അല്ലേ, അതായത് മോൾട്ടൻ സ്റ്റേജിൽ നല്ല ഹോട്ടായിട്ടുള്ള മാഗ്മ ഉണ്ട് അല്ലേ. ഇത് എന്ത് സംഭവിക്കുക? എർത്തിൻ്റെ വീക്കായിട്ടുള്ള പ്ലേസുകളിലൂടെ പുറത്തോട്ട് വരിക, എർത്തിൻ്റെ സർഫസിൻ്റെ പുറത്തോട്ട് വരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ വോൾക്കാനോ എക്സ്പ്ലോഷൻ എന്ന് പറയുക അല്ലേ. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ഡ്യൂ ടു പ്രഷർ ചേഞ്ചസ് മാഗ്മ മൂവ്സ് അപ്വേർഡ്സ് അറ്റ് അറൌണ്ട് 40 കിലോമീറ്റർ ഡീപ്സ്. Surrounding pressure pushes it further up. On the way, it melts the rocks and settle about 3 kilometers below the surface in a conical chamber. From here, it erupts through weak spots in the earth crust with a great force and producing loud noise. ഒരു ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് വോൾക്കാനോ എക്സ്പ്ലോഷൻ നടക്കുക എന്നുള്ളത് കേട്ടോ. ഇനി എന്തൊക്കെയാണ് ഡിസ്ട്രക്റ്റീവ് എഫക്റ്റുകൾ വരുന്നത്? ഫ്ലോയിങ് ലാവ ഡിസ്ട്രോയ് ദ വില്ലേജസ്, ടൗൺസ് ആൻഡ് ഫാം ലാൻഡ്സ്. വോൾക്കാനിക് ആഷ് ആൻഡ് ഡസ്റ്റ് ക്യാൻ ബറി ദ സെറ്റിൽമെൻറ്റ്സ്. ആഷ് കോസസ് ബ്രീത്തിങ് പ്രോബ്ലംസ് ആൻഡ് സഫോക്കേഷൻ. ഡിസ്റപ്റ്റ് എയർ ട്രാഫിക് ഡ്യൂ ടു ആഷ് ക്ലൗഡ്സ്. ഹെവി ലോസ് ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടീസ്. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫ്ലോഡിനെ കുറിച്ചിട്ടാണ്. മീനിങ്: എ ഫ്ലോഡ് ഹാപ്പൻ വെൻ വാട്ടർ റൈസസ് അലോങ് എ റിവർ ഓർ കോസ്റ്റ് ആൻഡ് കവേഴ്സ് ലാൻഡ് ദാറ്റ് ഈസ് നോർമലി ഡ്രൈ. എന്തൊക്കെയാണ് കാരണം? കോസ്റ്റൽ ഫ്ലോഡിന് മെയിനായിട്ട് വരുന്നത് സൈക്ലോണും സുനാമിയും ഒക്കെയാണ്. റിവർ ഫ്ലഡിന് മെയിൻ കാരണമായിട്ട് വരുന്നത് കണ്ടിന്യൂസ് ഹെവി റെയിൻഫാൾ ഡ്യൂറിങ് മൺസൂൺ ഓർ സഡൻ ക്ലൗഡ് ബേഴ്സ്. അതുപോലെ എന്താ, സ്നോ ഒക്കെ എക്സസ് ആയിട്ട് മെൽറ്റ് ചെയ്യുക, ഡാം ബേസ്റ്റ് ചെയ്യുക, റിവർ ബാങ്ക് ഇറോഷൻ സംഭവിക്കുക, അതുപോലെ ലാൻഡ് സ്ലൈഡൊക്കെയാണ് റിവർ ഫ്ലഡിന് റീസൺ ആയിട്ട് വരുന്നത്. ഇനി എന്തൊക്കെയാണ് ഫ്ലഡ് കാരണം നമുക്ക് ഉണ്ടാകുന്നത്? നോർമൽ ലൈഫിന് എന്ത് ചെയ്യും? അത് ബാധിക്കും അല്ലേ. ക്രോപ്സ്, ബിൽഡിങ്സ്, റോഡ്സിനൊക്കെ ഡാമേജ് ചെയ്യും. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ബ്രേക്ക് ചെയ്യും. അതുപോലെ തന്നെ എന്താ, എക്സസ് ലിറ്റ് ഡെപ്പോസിറ്റ് ഇൻ ദ റിവർ റേസ് ദ റിവർ ബെഡ് റെഡ്യൂസിങ് വാട്ടർ ക്യാരിങ് കപ്പാസിറ്റി അല്ലേ. അതായത് എക്സസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ റിവറിലോട്ട് അടിഞ്ഞു കൂടുകയും അതിൻ്റെ വാട്ടർ ഹോൾഡിങ് കപ്പാസിറ്റിനെ റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. പോരാത്തതിന് എന്ത് ചെയ്യും? വാട്ടർ ലെവൽ റേസ് ചെയ്യുകയും ചെയ്യും അല്ലേ. നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. Strengthen and raises river bank to prevent overflow. Protect soil in river catchment areas to reduce erosion. Build more dams and check dams to control water flow. Next നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സൈക്ലോണിനെ കുറിച്ചിട്ടാണ്. മീനിങ് ഓഫ് സൈക്ലോൺ: എ സൈക്ലോൺ ഈസ് എ റീജിയൻ ഓഫ് ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ where winds blow in a counter clockwise direction. The term is often used for violent tropical storms such as hurricanes and typhoons. അതർ സ്ട്രോംസ് ടൈപ്പ് സാൻഡ് സ്ട്രോം ഉണ്ട്, ഡെസേർട്ടുകളിലാണ് കാണപ്പെടുന്നത്. സ്നോ സ്ട്രോംസ് ഉണ്ട്, ഹൈ മൗണ്ടെയ്ൻസ് ഡ്യൂ ടു പ്രഷർ ചേഞ്ചസ് ഒക്കെയാണ് സ്നോ സ്ട്രോംസ് അല്ലെങ്കിൽ ബ്ലിസാർഡ്സ് ഒക്കെ കാണപ്പെടുന്നത്. എങ്ങനെയാണ് ഇത് ഫോം ചെയ്യുന്നത്? ലോ പ്രഷർ ഓവർ ദ സീ പുൾസ് ഇൻ സ്ട്രോങ് വിൻഡ്സ് ഫ്രം സറൗണ്ടിങ്സ് ഏരിയാസ്. വിൻഡ് ബ്ലോ അറ്റ് 100 to 180 km/h വിത്ത് ഹെവി റെയിൻ. ആഫ്റ്റർ ക്രോസിംഗ് ലാൻഡ് ദ വിൻഡ് സ്പീഡ് ഡിക്രീസസ് അണ്ടിൽ ദ സ്ട്രോം സെൻസ്. ഇൻറ്റൻസിറ്റി ഡിപ്പെൻഡ് ഓൺ ദ ഡിഫറൻസസ് ഇൻ ദ എയർ പ്രഷർ. സൈക്ലോൺസ് കോസ് ചെയ്യുന്ന മെയിൻ ഡാമേജുകൾ എന്തൊക്കെയാണ്? ഫ്ലോഡിങ് ഉണ്ടാവും അല്ലേ. അതുപോലെ ട്രീസൊക്കെ എന്ത് ചെയ്യും? അപ്രൂട്ട് ചെയ്യും. അതുപോലെ ക്രോപ്സുകളൊക്കെ ഡാമേജ് ചെയ്യും. ബിൽഡിങ്സ് ഡിസ്ട്രോയ് ചെയ്യും. റോഡ്സ് ഡാമേജ് ചെയ്യും. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, പവർ ലൈൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് നശിപ്പിച്ച് കളയും അല്ലേ. അതുപോലെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ലോങ് റിക്കവറി ടൈമാണ് അഫക്റ്റിംഗ് ഡെവലപ്മെൻറ്റൽ പ്രോജക്റ്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡിറ്റക്ഷൻ ആൻഡ് വാർണിംഗ് സെൻറ്ററുകൾ ഉണ്ട് അല്ലേ. മെറ്റീരിയോളജിക്കൽ സെൻറ്റേഴ്സ് യൂസ് റഡാർ, സാറ്റലൈറ്റ്സ് ആൻഡ് വെതർ ഡാറ്റ to locate cyclone size, track its path and give early warning to the public. ഇതൊക്കെ നമുക്ക് സൈക്ലോൺ ഡാമേജ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. ട്രീ കവർ അല്ലേ, കോസ്റ്റൽ ഏരിയാസുകളിൽ ട്രീ കവേഴ്സ് ഉണ്ടാകുന്നത് എന്തിനെ ഹെൽപ്പ് ചെയ്യും? ഈ സൈക്ലോണിൻ്റെ സ്പീഡിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അല്ലേ. അതുപോലെ സേഫ് ആയിട്ടുള്ള ബിൽഡിംഗ് ഡിസൈൻസ് ഫോം ചെയ്യുന്നതിലൂടെ നമുക്കൊരു പരിധി വരെ സൈക്ലോൺ ഡാമേജ് റെഡ്യൂസ് ചെയ്യാം അല്ലേ. എന്തൊക്കെയാണ് അത്? ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഏരിയാസുകളിൽ എന്ത് ചെയ്യുക? ബിൽഡ് ഓൺ പ്ലെയിൻ. എന്തൊക്കെയാണ് അത്? ബിൽഡ് ഓൺ പ്ലെയിൻസ് ഇൻ ഹില്ലി ഏരിയാസ് ആൻഡ് സർക്കുലർ ഓർ പോളിഗണൽ ഷേപ്ഡ് ബിൽഡിങ്സ് പ്രിഫർ ചെയ്യുക.
ആൻഡ് അതുപോലെ ഗ്ലാസ് പെയിൻസൊക്കെ എന്ത് ചെയ്യാം, ലാർജായിട്ടുള്ള വിൻഡോസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്മോൾ ആയിട്ടുള്ള ഗ്ലാസ് പെയിൻസൊക്കെ യൂസ് ചെയ്യാം. അതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ. ഇനി അഡ്വാൻസ് വാർണിംഗ് സിസ്റ്റം യൂസ് ചെയ്യാം, അതുപോലെ ടെമ്പററി പ്രിക്കോഷൻസ് എടുക്കാം, സൈക്ലോൺ ഷെൽറ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഉണ്ടാക്കാം. അതിലൂടെയൊക്കെ നമുക്കൊരു പരിധി വരെ ഈ ഒരു സൈക്ലോണിൻ്റെ ഡാമേജ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓയിൽ സ്പിൽസിനെ കുറിച്ചിട്ടാണ് അല്ലേ. ആൻഡ് ഓയിൽ സ്പിൽസ് ഈസ് വെൻ എ ലിക്വിഡ് പെട്രോളിയം ഈസ് ആക്സിഡൻഷ്യലി റിലീസ്ഡ് ഇൻ ടു എൻവയോൺമെൻറ്റ് എസ്പെഷ്യലി ഇൻ ദ സീ ഓർ ഓഷ്യൻ ഡ്യൂ ടു ഹ്യൂമൻ ആക്ടിവിറ്റി. ഇറ്റ് ഈസ് എ ഫോം ഓഫ് പൊല്യൂഷൻ. Although most oil spills happen in water, they can also occur in land. Causes of oil spills: leakage of crude oil from tankers or pipelines, accidental or sinking of big oil ships, attack during war, problem during offshore oil drilling. ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഓയിൽ സ്പിൽസ് ഉണ്ടാകുന്നത്. എഫക്റ്റ് ഓൺ ഓഷ്യൻസ് ലൈഫ്. ഓയിൽ സ്പില്ല് രണ്ട് രീതിക്കാണ് ബാധിക്കുന്നത്. ഒന്ന് ഫൗളിങ്, ഓയിലിംഗ് എന്നുള്ള രീതിക്കും ബാധിക്കും, അതുപോലെ തന്നെ ഓയിൽ ടോക്സിസിറ്റി. ഇങ്ങനെ രണ്ട് രീതിക്കാണ് ഓയിൽ സ്പിൽസ് ഓഷ്യൻ ലൈഫിനെ എന്ത് ചെയ്യുന്നത്, എഫക്റ്റ് ചെയ്യുന്നത്. ഇനി ഓയിൽ ടോക്സിസിറ്റി നോക്കുകയാണെങ്കിൽ, ഓയിൽ കണ്ടെയ്ൻ പോയിസണസ് കെമിക്കൽസ് ആൻഡ് ക്യാൻ കോസ് ഹേർട്ട് പ്രോബ്ലംസ്, സ്റ്റണ്ട് ഗ്രോത്ത്, വീക്ക് ഇമ്മ്യൂൺ സിസ്റ്റം ആൻഡ് ഈവൻ ഡെത്ത്. ഇതോടുകൂടെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് ഇഷ്ടമാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, എഫക്റ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. നമ്മുടേത് ഒരു സ്റ്റാർട്ടപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ത്രൂ അറിയിക്കാവുന്നതാണ്. ഡൗട്ട്സും കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. പ്രോപ്പറായിട്ടുള്ള റിപ്ലൈ നമ്മൾ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.